എന്നെ അവിടെ കൊണ്ടുവന്ന് സെൻട്രൽ ജയിലിൽ, ബിക്കാനൂർ സെൻട്രൽ ജയിലിൽ ഹാൻഡ് ഓവർ ചെയ്തു. ഞാൻ അവിടെ ജയിലിനകത്ത് കയറി. എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും മടങ്ങി വന്ന് ജയപ്പൂരിൽ നിന്ന് അവർ അന്വേഷിച്ചപ്പോൾ ഞാനില്ല. എവിടെയാണെന്ന് അവർക്കും അറിയത്തില്ല. ഇവിടെ ക്യാമ്പസിനകത്ത് കടന്നു വന്ന് ഓഫീസേഴ്സിനോട് ചോദിച്ചോ പറഞ്ഞ അവന് നിങ്ങൾ ജയിലിലേക്ക് കൊണ്ടുപോയി. അവിടെ തകർന്നു പോയി കാണും എന്ന് ഞാൻ വിശ്വസിക്കും. കാരണം തകർന്നു. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകരോടൊപ്പം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെ കുറിച്ച് പങ്കുവയ്ക്കുവാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സാബു രാജ് അവറുകളാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് എവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ ജീവിതാനുഭവങ്ങൾ കേൾക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സാബുരാജ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അരോമ ടിവിയുടെ ഈ ചാനലിൽ കടന്നു വരുവാൻ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ തന്ന ഈ വലിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. അനേക നാളുകളായി കർത്താവിൻ്റെ ദാസനുമായി പരിചയമുണ്ട്, ആത്മീയ ബന്ധമുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു അവസരം ദൈവം അടിയനു വേണ്ടി ഒരുക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. വിശേഷാൽ അരോമ ടിവിയിൽ ഇന്ന് പകൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും, ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ലഭിച്ച അവസരം ഒരു ഭാഗ്യകരമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ ശരണപ്പെട്ട് മുൻപോട്ട് നീങ്ങുന്നു. ഞാൻ പ്രാരംഭത്തിൽ തന്നെ ഒരു വചനം വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണിക്കൊണ്ട് കർത്താവ് ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചു. ദൈവമക്കളെ, ഈ വാക്യം നമുക്ക് എല്ലാവർക്കും നല്ല സുപരിചിതമാണ്. ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. 1967 ഒരു യാക്കോബ കുടുംബത്തിലെ 5ാമത്തെ മകനായി ഞാൻ ജനിച്ചു. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ കൂട്ടു സഹോദരങ്ങൾ, ഞങ്ങൾ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും ജീവിതം നയിച്ചു വന്ന ആ കാലയളവ് വളരെ പ്രയാസവും ദുഃഖവും നിറഞ്ഞ ഒരു കാലഘട്ടം. എങ്ങനെ മുൻപോട്ട് പോകും, അല്ലെങ്കിൽ എങ്ങനെ മുൻപോട്ട് പഠിത്തം നിയന്ത്രിക്കും എന്നൊന്നും അറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് ആ 1967 മുൻപോട്ട് കഴിഞ്ഞ എൻ്റെ ജനനം മുതൽ എനിക്കറിയാം. എൻ്റെ 5ാമത്തെ വയസ്സിൽ എന്നെ പഠിപ്പിനെ ഏൽപ്പിച്ചു. ഞാൻ 1-ാം ക്ലാസ്സിൽ ചേർന്നു. ആമേൻ. എൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർ വളരെയേറെ കഷ്ടപ്പാട് എൻ്റെ കൺമുൻപിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അറിവ് പ്രായം മുതൽ ഞാൻ ആ കാര്യങ്ങൾ കാണുന്നുണ്ട്. വളരെയേറെ കഷ്ടപ്പാടിൽ കൂടി, വളരെയേറെ ദുഃഖത്തിൽ കൂടി, ആമേൻ, ഒരു ചായപ്പീടിക നടത്തി അവർ ഞങ്ങളെ 6 പേരെയും പഠിപ്പിച്ചു. അതിൽ 5ാമത്തെ മകനായി ഞാൻ വളർന്ന് എനിക്ക് 3 സഹോദരികളാണ്. എനിക്ക് മൂത്തൊരു ജ്യേഷ്ഠനാണ്. അതിനുശേഷം എനിക്ക് ഇളയ ഒരു സഹോദരനുണ്ട്. ഞാൻ 5ാമനാണ്. ആമേ, സ്തോത്രം. അങ്ങനെ ഞങ്ങളുടെ സ്കൂൾ പഠനം ആ സമയം എൻ്റെ മാതാപിതാക്കൾ ചായക്കട നടത്തി. ഞങ്ങൾ സ്കൂളിൽ പോകും. വൈകിട്ട് വരുമ്പം ഓരോരുത്തർക്കും ഓരോതായ പണികളാണ്. ചിലർ അരി അരയ്ക്കും, ചിലർ അങ്ങനെ ചെയ്യും, ചിലർ ഇങ്ങനെ ചെയ്യും. അങ്ങനെ പലവിധമായ രീതിയിൽ ഞങ്ങൾ ഏർപ്പെട്ടു പോയി. പക്ഷേ ദൗർഭാഗ്യകരെന്ന് പറയട്ടെ, മുൻപോട്ട് ആ കാര്യങ്ങൾ നടന്നില്ല. എന്നാലും വളരെ കഷ്ടത്തിൽ എൻ്റെ മൂത്ത സഹോദരി പഠിച്ച് പാസ്സായി. എൻ്റെ അമ്മ വീട് കൊല്ലം ജില്ലയിലെ കുണ്ട്ര എന്ന പ്രദേശമാണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മ, അതായത് ഞങ്ങളുടെ വലിയമ്മച്ചി, എൻ്റെ മൂത്ത സഹോദരിയെ അവിടെ കൊണ്ടുപോയി അവിടെ നിർത്തി പഠിപ്പിച്ചു. സഹോദരിക്ക് വേണ്ടതായ കാര്യങ്ങളൊക്കെ പ്രിയ അമ്മച്ചി എന്നെ ചെയ്തു. ആമയെ നല്ല രീതിയിൽ പഠിപ്പിച്ച്, ദൈവകൃപ എന്ന് പറയട്ടെ, മൂത്ത സഹോദരിക്ക് രാജസ്ഥാനിൽ നഴ്സിംഗിന് പഠിപ്പാൻ തക്കവണ്ണം സ്വർഗം അവസരം കൊടുത്തു. ആ അവസരത്തിലുള്ള ബന്ധത്തിൽ എൻ്റെ മൂത്ത സഹോദരി രാജസ്ഥാനിൽ കടന്നു വന്നു. തൻ്റെ പഠിപ്പും അതിനുശേഷം തൻ്റെ ജോലിയും ഒക്കെ ഇവിടെ നടന്നു.
അങ്ങനെ രണ്ടാമത്തെ സഹോദരി സ്തോത്രമലയിൽ നാട്ടിലായിരിക്കുമ്പോൾ എൻ്റെ മൂത്ത സഹോദരിയെ കാണാനായിട്ട് കൊല്ലം ജില്ലയിലെ മുളവന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു സഹോദരൻ കടന്നു വന്നു. മൂത്ത പെങ്ങളെ കാണാനാണ് വന്നതെങ്കിലും അദ്ദേഹത്തിന് രണ്ടാമത്തെ പെങ്ങളെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ദൈവകൃപയിൽ അവരുടെ വിവാഹം നടന്നു. അങ്ങനെ പിന്നെ ഇരിക്കുമ്പോൾ എൻ്റെ മൂത്ത സഹോദരിയുടെ വിവാഹം നടന്നില്ല. പ്രായം വളരെ ഏറെയായി. ദൈവത്തിൻ്റെ കൃപയിൽ രാജസ്ഥാനിൽ തന്നെ കോട്ട എന്ന സ്ഥലത്ത് തന്നോട് കൂടെ തൻ്റെ അടുത്ത് തന്നെ വർക്ക് ചെയ്യുന്ന നല്ലിലയിൽ താമസിച്ച് വരുന്ന ഒരു കർത്താവിൻ്റെ ഒരു ദൈവ പൈതലുമായി വിവാഹം നടന്നു. അങ്ങനെ അവരുടെ വിവാഹം നടന്നു. അങ്ങനെ മൂത്ത പെങ്ങൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠനെ പഠിച്ച് പാസ്സായി വെറുതെ നിൽക്കാതെ രാജസ്ഥാനിൽ വാ എന്നും പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ടുപോയി. അതിൻ്റെ പുറകെ എൻ്റെ നേരെ മൂത്ത പെങ്ങളെ കൊണ്ടുപോയി. അങ്ങനെ അവർ 3 പേര് രാജസ്ഥാനിൽ ജോലിയുള്ള ബന്ധത്തിലായിരുന്നു. എൻ്റെ പഠിത്തകാലം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ പഠിക്കുന്ന അനേക നല്ല കുഞ്ഞുങ്ങൾ, അതായത് നല്ല കുടുംബത്തിൽ വളർന്ന കുഞ്ഞുങ്ങൾ, അവർ ദിവസവും നല്ല രീതിയിൽ ഡ്രസ്സുകൾ മാറി നല്ല ഭക്ഷണവുമായി സ്കൂളിൽ കടന്നു വരുമ്പോൾ ഞാൻ വളരെയേറെ ആഗ്രഹിച്ചിട്ടുണ്ട്. ദൈവമേ, ഇങ്ങനൊരു അവസരം എനിക്ക് ലഭിക്കുന്നില്ലല്ലോ, ഒരു വസ്ത്രം മാറാനില്ലല്ലോ, കാലിൽ ഒരു ചെരുപ്പിടാനില്ലല്ലോ എന്നൊക്കെ ഒരുപാട് ദുഃഖിച്ച അവസരങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോൾ. സ്തോത്രം. അങ്ങനെ ഉച്ചയ്ക്ക് ലഞ്ചിന് സമയം ബെല്ലടിക്കുമ്പോൾ ആ കൂടെ വരുന്ന കുഞ്ഞുങ്ങൾ ടിഫിനുമായി അവരുടെ ഇരിപ്പിടങ്ങളിൽ പോകുമ്പോൾ ഞാൻ അവിടെ നിന്ന് നടന്ന് വീട്ടിൽ വരും. അവിടെ നിന്ന് നടന്ന് വീട്ടിൽ വന്ന് എനിക്ക് തോന്നുന്നു ഒരു 1.5 കിലോമീറ്റർ 1.25 കിലോമീറ്റർ 2 കിലോമീറ്ററോളം ഏകദേശം കാണും. അങ്ങനെ നടന്ന് വീട്ടിൽ വന്ന് എന്തെങ്കിലും ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടെങ്കിൽ കഴിക്കും, അല്ലെങ്കിൽ എൻ്റെ മാതാവ് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ക്രമീകരിച്ച് തരും. അത് കഴിച്ചിട്ട് വീണ്ടും നടന്ന് സ്കൂളിൽ പോകും. ആ ബാല്യകാലം ഓർക്കുമ്പോൾ ഇന്നും കണ്ണു നിറയാതെ പോയിട്ടില്ല. സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് പഠിപ്പ് മുന്നോട്ട് പോയി. 10ാം ക്ലാസ് ആദ്യ വർഷം ഞാൻ തോറ്റുപോയി. അതിനുശേഷം രണ്ടാമത് വീണ്ടും എഴുതി എന്ന് പറഞ്ഞാൽ എന്നോട് കൂടെ ചേർന്ന് പഠിച്ച ഞങ്ങൾ 5-6 പേര് ഒന്നിച്ച് ഫെയിലായി. നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മൾ ആത്മീയമായി ചിന്തിക്കുമ്പോൾ ആ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. കാരണം നമ്മൾ പ്രസംഗിക്കാറുമുണ്ട്, ഒരാൾ പഠിക്കുന്ന ആൾ തോറ്റുപോയാൽ അവർ മുൻപേ നോക്കുന്ന തന്നോട് കൂടെ ആരൊക്കെ തോറ്റെന്ന, ജയിച്ച ആരൊക്കെ ഉണ്ടെന്ന് ആരും നോക്കാറില്ല. സ്തോത്രം. ആരൊക്കെയാണ് തന്നോട് തോറ്റ് എന്നാണ് ആദ്യം നോക്കുന്നത്. അപ്പൊ എന്നോട് കൂടെ ഞങ്ങൾ 5-6 പേര് ഒരുമിച്ച് ഞങ്ങളൊരു ഗ്യാങ് തോറ്റുപോയി. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ മാതാപിതാക്കള് എന്തോ അവർ തീരുമാനിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഒരു പ്രൈവറ്റ് ട്യൂഷൻ കോളേജിലേക്ക് ഞങ്ങളെ വിട്ടു. അവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ ദൂരെ രാവിലെ ബസ് കയറണം. അവിടെ ചെന്ന് പഠിച്ച് ഞങ്ങൾ 6 പേരും ആ പ്രൈവറ്റ് കോളേജിൽ പോയി പഠിച്ചു വന്നു. എക്സാം സമയമായി. കർത്താവിന്റെ കൃപയിൽ എക്സാം എഴുതി. ഭാഗ്യമായിരുന്നു പറയട്ടെ, 6 പേര് പോയതിൽ ഞാൻ മാത്രം 10th പാസ്സായി. മറ്റുള്ളവർക്ക് അത് പാസ്സാകാൻ അവസരം ലഭിച്ചില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി വന്ന് വീട്ടിൽ വന്ന് ഇവരുടെ മാതാപിതാക്കളൊക്കെ പരസ്പരം വഴക്കുണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. നീ കണ്ടില്ലേ, അവൻ പഠിക്കാനാണ് പോയത്, നീ എന്തിനാണ് പോയത്, അങ്ങനെ പലവിധമായ വിഷയങ്ങൾ എൻ്റെ മുൻപിൽ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞ് വെറുതെ നിൽക്കുമ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ ജയ്പൂരിൽ തന്നെ താമസിക്കുന്നത്. ഇപ്പോഴും ജയ്പൂരിൽ തന്നെ അദ്ദേഹം ഉണ്ട്. അപ്പോൾ എന്നെ വിളിച്ചു, എന്തായാലും വീട്ടിൽ നിൽക്കില്ലേ, വെറുതെ നീങ്ങിപ്പോര് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു സുപ്രഭാതത്തിൽ രാജസ്ഥാനിലേക്ക് വണ്ടി കയറി. എനിക്ക് ഹിന്ദിയോ ഭാഷയോ ഒന്നും അറിയത്തില്ല. ഞാൻ ഈ രാജസ്ഥാനിൽ 1985 കാലഘട്ടങ്ങളിൽ ഞാൻ ഈ രാജസ്ഥാനിൽ കടന്നു വന്ന ജ്യേഷ്ഠനോട് കൂടെ ആയിരുന്നു. അപ്പൊ ജ്യേഷ്ഠൻ രാവിലെ എഴുന്നേൽക്കും, തയ്യാറാകും, പുള്ളി ഓഫീസിലേക്ക് കടന്നു പോകും. അപ്പൊ പുള്ളിക്ക് വേണ്ടതാകുന്ന ആഹാര ക്രമീകരണങ്ങൾ ചെയ്യണം. അതൊക്കെയായിരുന്നു എൻ്റെ ജോലി. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ജോലി ഒന്നുമില്ല. അപ്പൊ ഞാൻ അങ്ങനെ നിന്ന് ഒരു ദിവസം ഞാൻ എല്ലാ ദിവസവും രാവിലെ ചേട്ടൻ ഓഫീസിൽ പോകും, വൈകിട്ട് വരും, വൈകുന്നേര സമയം വന്നിട്ട് ചിലപ്പം എന്നെയും കൂട്ടി പുറ സമയങ്ങൾ കറങ്ങാൻ പോകും. അങ്ങനെയൊക്കെ ഞങ്ങൾ ഒരുപാട് ജീവിതം ഇങ്ങനെ കഴിച്ചു കൂട്ടി. പക്ഷെ എൻ്റെ ഉള്ളത്തിൽ എന്തോ ഒരു വിഷം. ഞാൻ പറഞ്ഞു, ദൈവമേ, ഞാനിങ്ങനെ പാഴായി പോകേണ്ട ഒരു വ്യക്തി അല്ലല്ലോ, ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്താണ്, എങ്ങനെ എൻ്റെ ജീവിതം മുൻപോട്ട് പോകും എന്നൊക്കെ ഞാൻ ചിന്തിച്ച ഒരു കാലഘട്ടം. ഏതോ ഒരു ദിവസം ചേട്ടനുമായി എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. എൻ്റെ ജ്യേഷ്ഠൻ വൈകിട്ട് വന്ന് തൻ്റെ അരയിൽ കിടന്ന ബെൽറ്റ് ഊരി എന്നെ അടിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ അദ്ദേഹം എന്നെ ഉപദ്രവിക്കാനുള്ള ഒരുക്കത്തിലായി. ഞാൻ അവിടുന്ന് ഓടി, ജ്യേഷ്ഠൻ്റെ അടുത്തുനിന്ന് പറയാതെ പോലും ഞാൻ അവിടുന്ന് കള്ളവണ്ടി കയറി ഞാൻ തിരിച്ചു പോന്നു. ട്രെയിനിൽ ടിക്കറ്റ് ഇല്ല, ഒന്നുമില്ല. ഭാഗ്യം പോലെ
ഒരു TT എന്നെ പിടിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. ഞാൻ അവിടുന്ന് എറണാകുളം ജംഗ്ഷനിൽ വന്നിറങ്ങി. എൻ്റെ കൂടെ വേറൊരു പയ്യനുമുണ്ട്. ഞാൻ ആലോചിച്ച്, ദൈവമേ എന്ത് ചെയ്യും? ഒരു കാര്യം ഒന്നും അറിയത്തില്ല. പഠിത്തമുണ്ട്, രാജസ്ഥാനിൽ പോയതുകൊണ്ട് ഹിന്ദി അറിയാം, ഹിന്ദി പഠിച്ചു അവിടെ പോയി. അപ്പൊ അങ്ങനെ ചില കാലഘട്ടം ഇങ്ങനെ പോയി ഈ എറണാകുളത്ത് കടന്നു വന്ന് പലയിടങ്ങളിലും ജോലി അന്വേഷിച്ചു. പല ഹോട്ടലുകളും കയറി ഇറങ്ങി. ഞാനും എൻ്റെ കൂടെ വന്ന പയ്യനും അവസാനം ഒരു ഹോട്ടലിൽ ചെന്നു. അപ്പോൾ അദ്ദേഹം ആ ഹോട്ടലിൽ എനിക്ക് അല്പം പഠിപ്പുള്ളത് കൊണ്ട് അവരെന്നെ അവിടെ സെലക്ട് ചെയ്തു. എന്നാൽ എൻ്റെ കൂടെ വന്നവന് ഒന്നും കിട്ടിയില്ല. പക്ഷെ ഞാൻ ആ ഹോട്ടലിൽ പണിക്ക് കയറി. പാത്രം പറക്കുക, പാത്രം കഴുകുക, ആ ജോലിയിൽ ഏർപ്പെട്ടു. ഒരു സുപ്രഭാതത്തിൽ, അറിയത്തില്ല, ഒരു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ശശി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അദ്ദേഹം പോകാൻ നേരത്ത് എന്നെ വിളിച്ചു. എന്താ പേര്? ഞാൻ പറഞ്ഞു, ഇതാ പേര്. എവിടാ വീട്? ഞാൻ പറഞ്ഞു, ഇന്നടുത്താ വീട്. കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം എനിക്കൊരു അഡ്രസ്സ് തന്നു. എന്ന് പറഞ്ഞു, ഏതെങ്കിലും സമയം കിട്ടുന്നെങ്കിൽ ഈ അഡ്രസ്സിൽ വാ എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് വീണ്ടും ആ ജോലിയിൽ തുടർന്നു. അപ്പൊ കിട്ടാൻ ശമ്പളമൊന്നുമില്ല. എൻ്റെ കൂടെ വരുന്നവൻ, അവന് 2-3 സമയം ആഹാരം വേണം. അപ്പൊ എൻ്റെ ശമ്പളത്തിൽ നിന്ന് അവൻ ആഹാരം കഴിക്കും. അങ്ങനെ ഞങ്ങൾ പലയിടങ്ങളിൽ അവധി സമയങ്ങൾ കറങ്ങി നടക്കും. അങ്ങനെ എറണാകുളത്തുള്ള പോൾസൺ ടൂറിസ്റ്റ് ഹോമിൽ ആ സമയത്ത് എനിക്കൊരു ജോലി കിട്ടി, ഒരു വെയിറ്ററായിട്ട്. ആ വെയിറ്ററായിട്ട് അവിടെ ഞാൻ ജോലി കയറി. അവിടെ ഒരു അച്ഛൻ കുഞ്ഞെന്ന് പറയുന്ന ഒരു അങ്കിളായിരുന്നു അവിടുത്തെ ഷെഫ്. അപ്പൊ അദ്ദേഹം വിശ്വാസിയായിരുന്നു. അദ്ദേഹം എന്നോട് വലിയ സ്നേഹത്തിൽ ഇടപെട്ടു. ഞങ്ങൾ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. എനിക്ക് യൂണിഫോം തയ്പ്പിച്ചു തന്നു, എല്ലാം തന്നു. ഞാൻ അവിടെ ഒരു നല്ല രീതിയിൽ, പഠിത്തമൊക്കെ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ ആ പോൾസൺ ടൂറിസ്റ്റ് ഹോമിൽ ഞാൻ വെയിറ്ററായി ജോലി ചെയ്തിരിക്കവരാണ് എനിക്ക് പെട്ടെന്ന്, ഞാൻ വീട്ടിലൊക്കെ ലെറ്റർ അയച്ചു. പറഞ്ഞാൽ ഇന്നപോലെ എൻ്റെ വീട്ടുകാർ നാട്ടിൽ എന്നെ അന്വേഷിച്ച് നടക്കുക. ഞാൻ എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. എൻ്റെ ജ്യേഷ്ഠന് അറിയത്തില്ല, എൻ്റെ പെങ്ങന്മാർക്ക് അറിയത്തില്ല, എൻ്റെ അപ്പനും അമ്മയ്ക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല ഞാൻ എവിടെയാണെന്ന്. പക്ഷേ എൻ്റെ മനസ്സിൽ വിഷമം തോന്നി. ഞാൻ ആ പോൾസൺ ടൂറിസ്റ്റ് ഹോമിൻ്റെ അഡ്രസ്സിൽ ഒരു ലെറ്റർ എൻ്റെ വീട്ടിലേക്ക് അയച്ചു. എൻ്റെ ലെറ്റർ കിട്ടി ആ സമയം പെട്ടെന്ന് തന്നെ അടുത്ത ദിവസം എൻ്റെ മാതാവ് എനിക്ക് മറുപടി തന്നു. മോനെ, നീ എവിടെ ആയാലും എത്രയും വേഗം വീട്ടിൽ വരണം, നിന്റെ അപ്പന് സുഖമില്ല. ദൈവമക്കളെ, ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ അടുത്ത ദിവസം തന്നെ ആ പോൾസൺ ടൂറിസ്റ്റ് ഹോമിൻ്റെ മാനേജരോട് ഞാൻ സംസാരിച്ചു. എൻ്റെ ഫാദറിന് സുഖമില്ല, എനിക്ക് നാട്ടിൽ പോകണം. അപ്പോൾ അദ്ദേഹം എനിക്ക് 1 മാസത്തെ പൈസ അഡ്വാൻസും തന്ന് എന്നെ അവിടെ പറഞ്ഞു വിട്ടു. ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ പിതാവിന് സുഖമില്ലാതെ കിടക്കുക. ആമേൻ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ നാട്ടിൽ കടന്നു ചെന്നു. എല്ലാവരും വലിയ എന്തോ ഒരു രൂപം പോലെ എന്നെ കാണുന്നത്. കാരണം ഞാൻ നാട് വിട്ടുപോയി, അവിടെയും രക്ഷപ്പെട്ടില്ല, എങ്ങും പോയി രക്ഷപ്പെട്ടില്ല. അപ്പം വെറും ഒരു കൊള്ളരുതാത്തവനായി എല്ലാവരും എന്നെ കണ്ടു തുടങ്ങി. അയലത്ത് പോയാൽ ഒരു സ്നേഹമില്ല. കാരണം ആ ദൃഷ്ടിയിലാണ് എല്ലാവരും എന്നെ നോക്കുന്നത്. മാതാപിതാക്കൾക്ക് വേണ്ട, സഹോദരങ്ങൾക്ക് വേണ്ട, ഒരു പാഴ് ജന്മമായി പോയല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ എൻ്റെ മനസ്സ് തകർന്നു പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പിതാവിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി കുറച്ച് നാൾ മുമ്പോട്ട് നീങ്ങി. എനിക്ക് മടങ്ങിപ്പോകാൻ സാധിച്ചില്ല. ഞാൻ മടങ്ങിപ്പോകാൻ ഉള്ള അവസരം എനിക്ക് ഉണ്ടായില്ല. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ന്യൂസ് വന്നു. തിരുവനന്തപുരം SAP ക്യാമ്പിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് ആളെ തിരഞ്ഞെടുക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ന്യൂസ് വന്നു. അപ്പൊ എൻ്റെയും മനസ്സിലൊരു ആഗ്രഹം. അപ്പൊ പണ്ട് നമ്മുടെ നാട്ടിൽ പറയത്തില്ല, പോക്കില്ലെങ്കിൽ പോയി പട്ടാളത്തിൽ ചേരാൻ എന്ന് പറഞ്ഞതുപോലെ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ആഗ്രഹം വന്നു. ഞാനും പോവാം. അപ്പൊ അന്ന് എന്നോട് കൂടെ പഠിച്ച് ആ തോറ്റുപോയവർ, അവർ 6-7 പേരും എന്നോട് തയ്യാറായി, നമുക്ക് ഒന്നിച്ചു പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 4-5 പേര് അടുത്ത ദിവസം വൈകിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വണ്ടി കയറി ചാത്തന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കടന്നു വന്ന ആദ്യം. അപ്പൊ ചാത്തന്നൂർ പോകാനുള്ള കാരണം, അവിടെ എൻ്റെ മാവിയുണ്ട്, എൻ്റെ മാവനുണ്ട്, എൻ്റെ ബന്ധുക്കാരുണ്ട്. അപ്പൊ ഞങ്ങൾ 4-5 പേരും ആ സന്ധ്യാസമയം അവിടെ ചെന്നു. ഞങ്ങളുടെ മാവിയുടെ വീട്ടിൽ ഞങ്ങൾ അന്തി ഉറങ്ങി. രാവിലെ എഴുന്നേൽക്കാൻ ഞാൻ താമസിച്ചു പോയി. എന്തോ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതായിരിക്കാം. പെട്ടെന്ന് എല്ലാവരും ചടകുടന്ന് എഴുന്നേറ്റ് അയ്യോ സമയമായല്ലോ, പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് എത്രയും പെട്ടെന്ന് തയ്യാറായി തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി. തിരുവനന്തപുരം SAP ക്യാമ്പിൽ ഞങ്ങൾ ചെന്നിറങ്ങി. അവിടെ ചെന്നപ്പോഴത്തേക്ക് വന്ന പട്ടാളക്കാർ, ഓഫീസേഴ്സ് എല്ലാവരും എന്ത് ചെയ്തറിയാമോ, അവരെല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തു. കാരണം അവരുടെ സമയം കഴിഞ്ഞു. പാക്ക് ചെയ്ത് അവർ മടങ്ങിപ്പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ്. അപ്പൊ പെട്ടെന്ന് ഒരു സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഓഫീസർ, അദ്ദേഹം ഹിന്ദിയിൽ മറ്റുള്ളവർ പറയുന്നത് കാരണം എനിക്ക് ഹിന്ദി അറിയാം, ഹിന്ദി എനിക്ക് മനസ്സിലാവും. അപ്പൊ ഈ ഓഫീസർ അവരുടെ സ്റ്റാഫിനോട് ഹിന്ദിയിൽ പറയുന്നുണ്ട്,
നമുക്ക് ഇനിയും ആൾക്കാരെ വേണം, ഇതൊന്നും ആയില്ല, അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഒരു പ്രാവശ്യം കൂടെ ലൈൻ എടുക്കാൻ പറയും. ഞാനിത് കേട്ട് എൻ്റെ കൂട്ട് വന്നവരോട് പറഞ്ഞടാ, തയ്യാറായിക്കോ, ഒരു പ്രാവശ്യം കൂടെ അവർ എടുക്കാൻ പോകാൻ പറയും. ആമേൻ. എൻ്റെ ദൈവമക്കളെ, ഞങ്ങൾ 4-5 പേരും ലൈനിൽ നിന്ന്, ഞങ്ങളുടെ കൂടെ ഒരു 10-500 പേര് ലൈനിൽ നിൽക്കുക. എല്ലാവരും ലൈനിൽ നിന്ന് അവരിങ്ങനെ, പട്ടാളത്തെ കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും, 2 കമ്പ് കെട്ടിയിട്ട് ഒരു കയറ് കെട്ടും ഇങ്ങനെ സെൻറ്ററിൽ കൂടെ. അപ്പോൾ അതിനെ കീഴിൽ കൂടെ ആൾക്കാർ കടന്നു പോകണം. അപ്പോൾ ആരുടെ തല ആ കയറ് തട്ടുന്നു അവരെ ഒരു ഭാഗത്തേക്കും, ആരുടെ തല തട്ടുന്നില്ലയോ അവരെ മറുഭാഗത്തേക്കും മാറ്റുകയാണ് ചെയ്യുന്നു. അപ്പം ഞാനിങ്ങനെ നടന്നു വന്നു, എൻ്റെ തല തട്ടി, ഞാൻ മറ്റു സൈഡിലായി. എൻ്റെ കൂടെ വന്ന മറ്റുള്ളവർ പേരുടെ ആരും തല തട്ടിയില്ല, അവർ ഇപ്പുറത്തെ സൈഡിലുമായി. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ, അവരെല്ലാം പാസ്സായി, ഞാൻ ഫെയിലായോ, എന്തുവാ, എനിക്കൊന്നും അറിയുന്നില്ല, കാരണം കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയുന്നില്ല. പക്ഷേ മുൻപോട്ട് പോയി ഒരു 47 പേര് കയറ് തലയിൽ തട്ടിയവരെ ഇപ്പുറത്ത് മാറ്റി, ബാക്കി എല്ലാവരും അപ്പുറത്ത് മാറി. അപ്പം പെട്ടെന്ന് അവർ സ്റ്റാഫ് അധികാരികൾ വന്ന് പറഞ്ഞ്, ഈ 48 പേരും പെട്ടെന്ന് തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞു, ബാക്കി ഇവരെ പറഞ്ഞിങ്ങ് വിട്ടു. അപ്പം എൻ്റെ മനസ്സിലങ്ങ് സന്തോഷം കൊണ്ട്, കാരണം ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ദൈവമേ, എന്തുവാ, എങ്ങനെ സംഭവിച്ചു എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടു. 1986 സമയങ്ങളിലായി കാര്യം നടക്കുന്നത്. എന്തായാലും പെട്ടെന്ന് തന്നെ ആ സമയത്ത് ഞങ്ങളെ അവർ കൊണ്ടുപോയി ഞങ്ങളുടെ ക്ലോസ് എല്ലാം അയച്ചിട്ട് ഞങ്ങളെ പെട്ടെന്ന് തന്നെ ഫിസിക്കലിന് വേണ്ടി അവർ അവിടെ റെഡിയാക്കി. ജീവിതത്തിൽ ഓട്ടം എന്താണെന്നോ ഒന്നും അറിയാത്ത, ഒരു കാര്യവും ചെയ്തിട്ടില്ലാത്ത, മറ്റുള്ള കാര്യത്തിൽ എൻ്റെ കാര്യം അന്ന് ഓടുവാനും എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും റിട്ടേൺ ടെസ്റ്റ് ഒക്കെ പാസ്സാവാനും ദൈവം കൃപ ചെയ്തു. ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം. ഈ സമയം എനിക്ക് മനസ്സിലാവുന്നത് അതൊക്കെ കർത്താവിൻ്റെ ഒരു പ്ലാൻ ആയിരുന്നു. എനിക്ക് ഇപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ദൈവമക്കളെ, ഞാൻ അവിടെ നിന്ന് എന്തായാലും എല്ലാ കാര്യങ്ങളും ചെയ്ത് വളരെ ക്ഷീണിതനായി ഞങ്ങളെ 47 പേരെയും അവർ ഒന്നിച്ച് വീണ്ടും വിളിച്ചു കൂട്ടി. ആമേൻ. ആ കോളിംഗ് ലെറ്റർ ആ ബൈ ഹാൻഡ് ആ സമയങ്ങളിൽ തരുമായിരുന്നു. ഈ സമയങ്ങളിൽ കോളിംഗ് ലെറ്റർ വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്യുക, പക്ഷെ ആ സമയത്ത് ഓൺ ദ സ്പോട്ടിൽ ഞങ്ങളുടെ കയ്യിൽ തന്നെ ഒരു കോളിംഗ് ലെറ്റർ തന്നു. ആമേൻ. ജൂൺ 1-ാം തീയതി 1987 ജൂൺ 1-ാം തീയതി ബാംഗ്ലൂർ ട്രെയിനിങ് സെന്ററിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അവിടുന്ന് പറഞ്ഞു വിട്ടു. ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ വന്ന് ആദ്യം എല്ലാവർക്കും സന്തോഷം. അപ്പൊ ഞങ്ങളുടെ വീട് എന്ന് പറയുന്ന ഒരു ചെറിയ കവലയാണ്, ഒരു ചെറിയ 4 മുക്കും, ഒരു സന്ധ്യാസമയത്ത് ആൾക്കാരെ കൂടുന്ന ഒരു സ്ഥലമാണ്. അപ്പം എൻ്റെ കൂടെ വന്ന ആ പിള്ളേര് ഇതിൽ സെലക്ഷൻ ആകാഞ്ഞതുകൊണ്ട് അവരുടെ ബന്ധുക്കാരും കൂട്ടുകാരും ഒക്കെ ആ മുക്കി വന്ന് ചില കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഓ, മോൻ പട്ടാളത്തിലേക്ക് ആയി, എങ്ങനെ വിടും, എങ്ങനെ. ഞങ്ങളുടെ ഒരു സ്ഥിതി ആ രീതിയിലായതുകൊണ്ട് ഇവരെല്ലാവരും ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. ഓ, എങ്ങനെ വിടുമെന്ന് കാണണമല്ലോ, പട്ടാളത്തിലേക്ക് ആയി, ശരിയാ, പക്ഷെ ആ സമയങ്ങളിലും എൻ്റെ ഹൃദയം തകർന്ന, ദൈവമേ സത്യമാണല്ലോ, എങ്ങനെ പോകും, ബാംഗ്ലൂർ ഡ്രൈവ് ടിക്കറ്റ് വേണം. അപ്പം ആ സമയങ്ങളിലൊക്കെ വെച്ചാൽ 10 രൂപ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയുള്ള സമയമാണ്. അപ്പം എന്തായാലും ഇവരുടെ വാക്ക് കേട്ടോ എന്തായിരുന്നില്ല, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞ്, എന്തായാലും എൻ്റെ മോൻ സെലക്ഷൻ ആയല്ലോ, വസ്തു വിറ്റാലും ഞാൻ അവനെ വിടുമെന്ന് പറഞ്ഞു. അമ്മ അങ്ങനെ ആ വാശിയിലങ്ങ് പറഞ്ഞതാ. പക്ഷെ സന്ധ്യ കഴിഞ്ഞു, എല്ലാവരും പോയി, വൈകിട്ട് അത്താഴം വിളമ്പാൻ സമയമായി. ഞാൻ ചോദിച്ചു, അമ്മ എങ്ങനെയാ കാര്യങ്ങൾ പോകുന്നത്, ഇപ്പം എനിക്ക് റെയിൽവേ പോകണമെന്നൊരു ടിക്കറ്റ് എടുക്കണം, നല്ല രീതിയിൽ ഒരു പാൻറ് ഇട്ടിട്ടില്ല, ഒരു പാൻറ് മേടിക്കണം, ഒരു ചെരുപ്പ് നല്ല രീതിയിൽ ഇട്ടിട്ടില്ല, ചെരുപ്പ് വാങ്ങിക്കണം, കാര്യങ്ങളൊക്കെ എങ്ങനെയാ. അപ്പം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞാൽ, 2ാമത്തെ സഹോദരി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൊല്ലം ജില്ലയിലെ മുളവന എന്ന് പറഞ്ഞ സ്ഥലത്താണ് കല്യാണം കഴിച്ച് അയപ്പിച്ചത്. അപ്പോൾ എൻ്റെ അളിയൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ചെറിയ കടയുണ്ട്, നമ്മുടെ പറങ്കിയണ്ടി മുട്ട അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത ചെറിയ കടയുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, എന്തായാലും പെണ്ണെടുത്തിട്ട് പോ, അവിടെ ചെന്ന് അവളോട് കാര്യങ്ങൾ പറ. ഞാൻ നടക്കാൻ വയ്യ, ശരീരം മൊത്തം ഭയങ്കര വേദന, കാരണം അവിടെ ഓട്ടവും ചാട്ടവും കഴിഞ്ഞ് ഒരു രീതിയിലും എനിക്ക് മുൻപോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. ഏത് വിധേനയും ഞാൻ പെങ്ങളുടെ വീട്ടിൽ കടന്നു ചെന്നു. അവിടെ ചെന്ന പെങ്ങളുടെ മോള്, അവൾ അന്ന് കുഞ്ഞാ, ഇന്ന് അവൾ വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയി. എൻ്റെ വേദന കണ്ടും കൊണ്ട് അവൾ പെട്ടെന്ന് പോയി എവിടുന്നോ കടുകെണ്ണ സംഘടിപ്പിച്ച് എൻ്റെ ദേഹത്ത് കൊണ്ട് തന്നെ ശരിക്കൊന്ന് അവൾ തടകി ഒന്ന് വൈകിട്ട് എന്ന് പറഞ്ഞ, അമ്മാച്ച വെള്ളം ഞാൻ ചൂടാക്കി തരാം, അമ്മാച്ചൻ പെട്ടെന്ന് കുളിക്ക്. അപ്പൊ അങ്ങനെ ഞാൻ ആ കുഞ്ഞിന്റെ സ്നേഹം, എന്നെ അവള് പെട്ടെന്ന് ബാത്റൂമിൽ വെള്ളം ചൂടാക്കി വെച്ചു. ഞാൻ പോയിന്ന് കുളിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് സന്ധ്യ കഴിഞ്ഞപ്പോഴത്തേക്ക് അളിയൻ കടയിൽ നിന്ന് മടങ്ങി വന്നു. കാര്യങ്ങൾ പറഞ്ഞു. അവര് ഡിന്നർ എടുത്തു വെച്ചു. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു, അളിയ, എനിക്ക് ഇന്നുപോലെ പട്ടാളത്തിൽ സെലക്ഷനായി, എനിക്ക് ഇത്രാം തീയതി അവിടെ റിപ്പോർട്ട് ചെയ്യണം, അപ്പൊ അതുകൊണ്ട് എനിക്ക് അല്പം പൈസയ്ക്ക് ആവശ്യമുണ്ട്.
ആദ്യം തൊട്ട വായിലെ പുള്ളി പറഞ്ഞു, ഞാനിപ്പോ ഇവിടുന്ന് വരാനാ, ഞാനിപ്പോ എന്ത് ചെയ്യേണ്ടി? കാരണം ആ സമയം അങ്ങനെയാ. അതുകൂടെ കേട്ടപ്പോഴത്തേ എൻ്റെ മനസ്സ് തകർന്നു. എനിക്ക് ഡിന്നർ കഴിക്കണമെന്നോ ആഹാരം കഴിക്കണമോ ഒന്നുമില്ല. ഞാൻ ആഹാരം മുൻപ് വെച്ചൊരു നീക്കി വെച്ച്, ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്നും പറഞ്ഞ്, പിന്നെ ആ കൊണ്ട് അളിയൻ പറഞ്ഞ്, എന്തായാലും നീ ആഹാരം കഴിക്കുക, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ആശ്വാസമായി. ഞാൻ പെട്ടെന്ന് ആഹാരം കഴിച്ച് കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ 200 രൂപ എൻ്റെ കയ്യിൽ എൻ്റെ അളിയൻ തന്നിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, പോകാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കും, ബാക്കി നമുക്ക് ടിക്കറ്റ് എടുക്കാം. അപ്പം ആ സമയങ്ങൾ എന്ന് പറഞ്ഞാൽ 500 രൂപ ഇന്നത്തെ 50,000 രൂപയുടെ വിലയാണ്. അങ്ങനെ ഞാൻ അവിടുന്ന് പോയി സാധനങ്ങളൊക്കെ മേടിച്ച്, ജീവിതത്തിൽ ആദ്യമായിട്ട് പാൻറ് മേടിച്ചു, ചെരുപ്പ് മേടിച്ചു, എല്ലാ കാര്യങ്ങളും ശരിയാക്കി. 1987 മെയ് മാസം 30 എന്നെ യാത്രയാക്കുവാൻ എൻ്റെ വീട്ടുകാരും എല്ലാവരും വന്നു. കാരണം ആ ദേശത്ത് ആദ്യമായിട്ട് ഒരു വ്യക്തി പട്ടാളത്തിൽ പോവുക. ദേശക്കാർക്ക് വലിയ ഇതായിപ്പോയി. കാരണം ഇന്നടുത്ത ആള്, ഇന്നടുത്ത മോൻ, അവൻ പട്ടാളത്തിലായി. പട്ടാളം എന്ന് പറയുമ്പോൾ അന്ന് ഭയങ്കര ഒരു ഇതാ. ഞാൻ അവിടുന്ന് ദൈവമക്കളെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എന്നെ യാത്രയാക്കുവാൻ എൻ്റെ മാതാപിതാക്കൾ സാധനങ്ങളെല്ലാം വന്ന് ഞാൻ അവിടുന്ന് യാത്രയായി. ഞങ്ങൾ ബാംഗ്ലൂരിൽ ചെന്നപ്പോൾ ഞങ്ങൾ ഈ 47 പേരും ഒരുമിച്ച് സെലക്ഷൻ ആയവർ. ഞങ്ങൾ 47 പേരും ആ ക്യാമ്പിൽ കടന്നു ചെന്നു. അടുത്ത ദിവസം രാവിലെ ഞങ്ങളെല്ലാവരെയും അവർ വിളിച്ചു. ഞങ്ങൾ അവിടെ ഫാളിനായി, അവിടെ എല്ലാവരും തയ്യാറായി നിന്നു. അപ്പോൾ 2 ഓഫീസേഴ്സ് വന്ന് ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി സംസാരിച്ചു. അവിടെ വിളിച്ചു ചോദിച്ചു, നിങ്ങളിൽ ആർക്കാ ഹിന്ദി അറിയാവുന്നത്? ഞാൻ പെട്ടെന്ന് കൈ ഉയർത്തി, എനിക്ക് ഹിന്ദി അറിയാം. നീ മുന്നോട്ട് വരാൻ പറഞ്ഞു. ഞാൻ മുന്നോട്ട് ചെന്നു. പറഞ്ഞു, ഈ 46 പേരുടെയും കൺട്രോളിൽ ഞാൻ നിന്റെ കൈ തരിക. നിനക്ക് ഹിന്ദി അറിയാവുന്നത് കൊണ്ട് ഇവരെല്ലാരെയും നീ കൺട്രോൾ ചെയ്യണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ എന്നെ ലീഡറാക്കി, ആ ബാച്ചിന്റെ ലീഡറാക്കി എന്നെ അവർ മാറ്റി. അപ്പോൾ ദൈവകൃപ എന്ന് പറയട്ടെ, സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഞാൻ അങ്ങനെ ട്രെയിനിങ് പീരീഡിൽ ഒരു പണി ഞാൻ ചെയ്തില്ല. കാരണം എനിക്ക് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മാത്രം മതി, എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ബാംഗ്ലൂരിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ തേങ്ങ ഗാർഡൻ ഉണ്ട്, ഈ ഗ്രേപ്സ് ഗാർഡൻ ഉണ്ട്, അങ്ങനെ പല പല ഗാർഡൻ ഉണ്ട്. അവിടെ സിനിമാ തിയേറ്റർ ഉണ്ട്. അപ്പൊ അവിടെ എല്ലാം എന്ത് ചെയ്യണം, വൈകുന്നേരങ്ങളിൽ കാവലിന് ആൾക്കാർ പോകണം. 4 പേര് വെച്ച് എല്ലായിടവും പോകണം നൈറ്റ് ഡ്യൂട്ടിക്ക്. എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഇവരെ എല്ലാവരെയും ഡ്യൂട്ടിക്ക് വേണ്ടി നിയമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം, ആമേൻ. എൻ്റെ കഷ്ടകാലം എന്ന് പറയട്ടെ, ഞാൻ ആ സമയങ്ങളിലാണ് മദ്യം രുചിച്ചു തുടങ്ങിയത്. കാരണം ബാംഗ്ലൂരിൽ ഞങ്ങൾക്ക് മദ്യമുണ്ട്, പക്ഷെ ഞങ്ങൾ റിക്രൂട്ട് ചെയ്ത്, ഞങ്ങൾക്ക് ട്രെയിനികൾക്കില്ല, ബാക്കി അധികാരികൾക്കുണ്ട്. പക്ഷേ അവിടെ ഞങ്ങൾ താമസിക്കുന്ന ക്യാമ്പസിന്റെ തൊട്ട് വെളിയിൽ തന്നെ മലയാളികളുടെ ഇഷ്ടം പോലെ കടമുണ്ട്. അവിടെ കടകളിലൊക്കെ ഇഷ്ടം പോലെ ലിക്കർ കിട്ടും. സ്തോത്രം, വളരെ തുച്ഛമായ വിലയിൽ അവിടെ നമുക്ക് ലിക്കർ കിട്ടും. പക്ഷെ എന്നോട് കൂടെ ഉള്ളവന്മാർ നല്ല പാർട്ടികളായിരുന്നു. അവന്മാരെന്തറിയാമോ, ഇന്ന് ഡ്യൂട്ടിക്ക് പോകാൻ അവർക്ക് മനസ്സില്ല എങ്കിൽ അവന്മാർ എന്ത് ചെയ്യും, പുറത്ത് ആ കടയിൽ പോയി ഒരു ചെറിയ ലിക്കറിന്റെ കുപ്പി മേടിച്ച് വൈകിട്ട് എൻ്റെ അടുക്ക് കൊണ്ടുവരും. എനിക്ക് ഇന്ന് ഡ്യൂട്ടി ഇടരുത്, എനിക്ക് സുഖമില്ല. അപ്പോൾ ഇത് എനിക്ക് എന്തെന്ന് പറഞ്ഞ റിശ്വത്ത് എന്ന് പറഞ്ഞാൽ കൈക്കൂലിയായിട്ട് അവന്മാർ തന്നു, അവന്മാർ ഫൈദ എടുക്കാൻ തുടങ്ങി. അപ്പൊ പറയുന്നതിന് ആ താല്പര്യം, ഞാൻ അവിടെ വെച്ച് പെതുക്കെ മദ്യം രുചിച്ചു തുടങ്ങി. സ്തോത്രം. 1987 ജൂണിൽ തുടങ്ങിയ ട്രെയിനിങ് 88 ഏപ്രിൽ വരെ കടന്നുപോയി. 9 മാസം കഴിഞ്ഞ് 88 ഞങ്ങൾക്ക് എല്ലാവരും ട്രെയിനിങ് കഴിഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരത്തേക്ക് ഞങ്ങൾ ട്രാൻസ്ഫറായി. എൻ്റെ ട്രാൻസ്ഫർ കാശ്മീരിലേക്ക് ആയത്. കാശ്മീരിൽ രാജ്ഭവനിൽ ഫറൂഖ് അബ്ദുള്ള, അന്നത്തെ മുഖ്യമന്ത്രി, അവിടുത്തെ അദ്ദേഹത്തിൻ്റെ ആ ഗാർഡനിൽ ആണ് എനിക്ക് ഡ്യൂട്ടി ആയത്. ഞാൻ ജീവിതത്തിൽ ഡ്യൂട്ടി എന്താണെന്നോ ഒന്നും അറിഞ്ഞിട്ടില്ല. ജീവിതത്തിൽ റൈഫിളിന് ട്രെയിനിങ് നടത്തിയിട്ട് റൈഫിളൊന്നും കൈ പിടിച്ചിട്ടില്ല, പോയിട്ടില്ല, ഡ്യൂട്ടിക്കാണ് ചെയ്തിട്ടില്ല. പക്ഷെ ആദ്യമായി അവിടെ ചെന്ന് ഈ കാര്യങ്ങൾ എനിക്ക് ഡ്യൂട്ടി കിട്ടും. രാത്രി 12 മണിക്ക് എനിക്ക് ഉള്ളിൽ ഭയങ്കര ഭയം. കാരണം ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതേ ഉള്ളൂ, അവിടെ ആ മൊത്തം കമ്പിവേലി കെട്ടിയിരിക്കുകയാണ്. പക്ഷെ ആ കമ്പിവേലിയുടെ അവിടേക്ക് ഈ ബാലു എന്ന് പറയും കരടി വരും. അപ്പൊ ആ കരടിയെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ തീപ്പെട്ടി കത്തിച്ച് തീ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ സമയമായി ബീഡിയും ബണ്ടലും തീപ്പെട്ടിയൊക്കെ ആയിട്ട് ആ ഡ്യൂട്ടിക്ക് പോകുന്നത്. കാരണം പേടിച്ചാ കടന്നു പോകുന്നത്. ജീവിതത്തിൽ ഡ്യൂട്ടി ഞാൻ ചെയ്തിട്ടില്ല, ഡ്യൂട്ടി ചെയ്യിപ്പിച്ചിട്ടുള്ളതേ ഉള്ളൂ. പക്ഷേ സ്വയമായി ഡ്യൂട്ടി ചെയ്യേണ്ടി വന്നപ്പോൾ ഉള്ള കഷ്ടപ്പാട് അന്നാ ഞാൻ അറിഞ്ഞത്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാലും അവിടെ ഞാൻ ഡ്യൂട്ടിക്ക് കടന്നുപോയി. ദൈവമക്കളെ, അവിടുന്ന് ട്രാൻസ്ഫറായി ഞാൻ ഷില്ലോങ്ങിൽ വന്നു.
ഷില്ലോങ്ങിൽ ജോലി ചെയ്തിരിക്കുന്നത് 1989. ഈ 89 മെയ് മാസത്തിൽ ഈ രാജസ്ഥാനിലുള്ള എൻ്റെ മൂത്ത സഹോദരൻ്റെ വിവാഹമാണെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നു. അങ്ങനെ ഞാൻ അവിടുന്ന് മെസ്സേജ് സ്വീകരിച്ച് ഞങ്ങളുടെ ഓഫീസറുമായി ഇടപെട്ടു. ഞാൻ അവിടുന്ന് ലീവ് എടുത്തു. ഇവിടെ ഞാൻ രാജസ്ഥാനിൽ വന്നു. ജ്യേഷ്ഠന്റെ വിവാഹം. അന്നൊക്കെ രാജസ്ഥാൻ വിവാഹം എന്ന് വെച്ചാൽ ഭയങ്കര ആർഭാടകരമായിട്ട്. ഞാൻ ഇപ്പം എനിക്ക് പറയുന്നതിൽ നാണമൊന്നുമില്ല. ഞാൻ അന്ന് ഒരു കേസ് ഹെർക്കുലീസ് റെമുമായിട്ടാണ് വന്ന കല്യാണത്തിന്. ഒരു കേസ് എന്ന് വെച്ചാൽ 12 കുപ്പി. കാരണം ആർഭാടപരമായിട്ട്. അനിയൻ പട്ടാളത്തില്ലേ, പട്ടാളക്കാൻ പറ്റുന്ന ചേട്ടൻ നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ എന്താ കൊച്ചെ നീ കൊണ്ടുവരണം. അവർക്കൊക്കെ അതല്ലേ വലിയ കാര്യം. എന്തായാലും കൊണ്ടുവന്നു. കാര്യങ്ങളൊക്കെ നടന്നു. മെയ് മാസത്തിൽ തന്നെ ജ്യേഷ്ഠന്റെ വിവാഹം കഴിഞ്ഞു. എൻ്റെ ഭാര്യയായിരിക്കുന്ന ഗീത അന്ന് രാജസ്ഥാനിൽ രത്തൻഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രൈവറ്റ് ലാബ് ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്യുന്ന സമയം. ആമേ സ്തോത്രം. ഞാൻ എൻ്റെ ഒരു പെങ്ങളെന്ന് വെച്ചാൽ മാവിയുടെ മോള് ആ ദേശത്തുണ്ട്. അപ്പൊ ഞാൻ അവളെ കാണുവാൻ വേണ്ടിയാണ് കടന്നു പോകുന്നത്. അവിടെ കടന്നു ചെന്ന് പെങ്ങളെ അടുത്ത് ഞാൻ പോയി. ഇവര് ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അപ്പം എൻ്റെ പെങ്ങളൊരു ക്വാർട്ടറിൽ, എൻ്റെ വൈഫ് ഗീതയും അവിടെ ചേട്ടത്തി അവർ ഒരു ക്വാർട്ടറിൽ. അപ്പൊ അവിടെ വെച്ച് ഞങ്ങൾ പരിചയപ്പെട്ടു. ആമേ സ്തോത്രം. 1989 കാലഘട്ടങ്ങളിൽ അറിയത്തില്ല എന്തോ എനിക്ക് എൻ്റെ ഭാര്യ, അതായത് ഇപ്പോഴത്തെ എൻ്റെ ഭാര്യ ഗീതയെ കണ്ടപ്പോൾ എനിക്കൊരു മനസ്സിലാഗ്രഹം തോന്നി. അവർ കട്ടർ ഹിന്ദുവാണ്, അവർ നായരാണ്, ഞാനാണെങ്കിൽ ക്രിസ്ത്യാനി. പക്ഷേ ഒരു രീതിയിലും നടക്കാത്തൊരു കാര്യം എനിക്കറിയത്തില്ല അത് എങ്ങനെ സംഭവിച്ചു. ആമേൻ. 1989 ജൂലൈ മാസം 17-ാം തീയതി ആമേൻ സ്തോത്രം, ഞാനും എൻ്റെ ഭാര്യ ഗീതായിട്ടുള്ള ഞങ്ങൾ കോർട്ട് മാരേജ് ചെയ്തു. അന്ന് ഭയങ്കര തടസ്സമുണ്ടായി. അവിടെ മൂത്ത സഹോദരി ഗവൺമെന്റ് സ്റ്റാഫാണ്. അവൾ അവിടെ നിന്ന് ഇറക്കി വിട്ടു. നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, ഈ ഒരു ക്രിസ്ത്യാനിയുടെ പോവാ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യം പറഞ്ഞു. അതെല്ലാം സാധിച്ചും ക്ഷമിച്ചും എന്നോട് കൂടെ ആ ഗീതയെ അറിയുന്ന 2 വീട്ടുകാരുണ്ടായിരുന്നു. അവർ എനിക്ക് സാക്ഷിയായിട്ട് ഞങ്ങൾ കോടതിയിൽ പോയി. അവർ സാക്ഷി നിന്നു. ഞാൻ കോടതി കല്യാണം കഴിച്ചു. അവിടുന്ന് നേരെ അമ്പലത്തിൽ പോയി. ഞാൻ ഒരു ക്രിസ്ത്യാനിയായ ഞാനത് ഹിന്ദുവായി ഞാൻ അവളെ വിവാഹം കഴിച്ചു. ആമേ സ്തോത്രം. നോക്കണമേ കാര്യങ്ങളുടെ പോക്ക്. ഞാൻ ക്രിസ്ത്യാനിയായി ഞാൻ സത്യവേദപുസ്തകം എടുത്തു നടക്കുന്നത്. ഞാൻ അന്ന് അറിയത്തില്ല ഈ വേദപുസ്തകത്തെ പറ്റി ഒന്നും. ആമേ സ്തോത്രം. ഒരു ക്രിസ്ത്യാനിയായി ഞാൻ ഹിന്ദുവായി അവളെ വിവാഹം കഴിച്ചു 1989. ആമേ സ്തോത്രം. ഞങ്ങള് ആ രാജസ്ഥാനമാണ്. അപ്പൊ ഞാൻ ഓൾറെഡി ജോലിയിലാണ്. ഇവിടെ വന്ന് വിവാഹം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ജോലിക്ക് തിരിച്ചു മടങ്ങിപ്പോകാനുള്ള സമയം കഴിഞ്ഞു. എല്ലാം ഓവർ ടൈം ആയി. എനിക്ക് അവിടുന്ന് കോള്, എവിടൊക്കെ എൻ്റെ വീട്ടിലെ അഡ്രസ്സിലാണ് ലെറ്റർ പോകുന്നത്, ആള് വന്നിട്ടില്ല, എവിടെയാ. ഞാൻ അവിടുന്ന് 3 മാസം ലേറ്റായി. വിവാഹം കഴിഞ്ഞ് ഇവളെ വിട്ടിട്ട് പോകാനും വയ്യ. ഒരു വല്ലാത്ത രീതിയിലായി ഞാൻ. അങ്ങനെ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ ഡ്യൂട്ടിക്ക് മടങ്ങിപ്പോയി. മടങ്ങി ചെന്നപ്പോൾ പട്ടാളത്തെ സ്ഥിതി അറിയാമല്ലോ. ആമേ സ്തോത്രം. അവരെനിക്ക് പണിഷ്മെന്റ് തന്നു. അങ്ങനെ ഒരു പണിഷ്മെന്റ് ഒക്കെ ഞാൻ ഏറ്റെടുത്തു. എന്നാലും വേണ്ടില്ല, കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ അവിടുന്ന് അവളെ വേറൊരു കുടുംബമായി ഡൽഹി കൊണ്ടുവന്നു. ഞാൻ ഡൽഹി താമസിപ്പിച്ചു. അവൾ ലാബ് ടെക്നീഷ്യൻ ആയതുകൊണ്ട് ആമേ സ്തോത്രം അവൾക്ക് ജോലി എവിടെയും കിട്ടും. ആ സമയത്തൊക്കെ ലാബ് ടെക്നീഷ്യനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. ആമേ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അവൾക്ക് അവിടെ ജോലി കിട്ടി. ആ സമയത്ത് അവള് ഗർഭിണിയായിരുന്നു. ദൈവമക്കളെ, ഞാൻ തുറന്നു പറയട്ടെ, 1990 ഫെബ്രുവരി മാസം 27-ാം തീയതി ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾക്കൊരു മകനെ ദൈവം ദാനമായി തന്നു. ആ മകനാണ് ഇന്ന് പാസ്റ്ററായിട്ട് ലക്നൌവിൽ ജോലി ചെയ്യുന്നു. കാരണം ഞങ്ങള് ക്രിസ്തീയമായ ഒരു രീതിയിൽ ഞങ്ങൾ മുൻപോട്ട് പോകുന്നില്ല. തീർത്തും ഹിന്ദുവായിട്ട് മാത്രം. ഞാൻ പള്ളിയിൽ പോകാറില്ല, അമ്പലത്തിൽ പോകും. രാവിലെ ടേപ്പ് റെക്കോർഡ് വെച്ചാൽ ഹിന്ദുക്കളുടെ പാട്ട് മാത്രമേ ഇടൂ. ആമേസോ അങ്ങനെയുള്ള ഒരു രീതിയിൽ ഞങ്ങൾ അങ്ങ് പോയി. അങ്ങനെ മൂത്ത മകൻ 1990 ജനിച്ചു. അവിടുന്ന് ഞാൻ എൻ്റെ വൈഫുമായി ഞാൻ ബംഗാളിൽ വന്നു. ഞങ്ങൾ ബംഗാളിൽ താമസിച്ചു. അപ്പൊ ഈ മദ്യത്തിന്റെ ഒരു ലഹരി എന്നെ പിടിച്ചത് കൊണ്ട് ആ ലഹരി എന്നെ പിടിച്ച് വിഴുങ്ങുവാൻ തുടങ്ങി. കാരണം ലഹരി ഇല്ലാതെ, മദ്യമില്ലാതെ ഒരു സമയം പോലും മുൻപോട്ട് ജീവിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലേക്ക് ഞാൻ കടന്നു. ആമേ സ്തോത്രം. അങ്ങനെ പലയിടങ്ങളിൽ എനിക്ക് ട്രാൻസ്ഫറായി. ഞാൻ ആദ്യം ഷില്ലോങ്ങിൽ പോയിരുന്നു. അവിടുന്ന് മടങ്ങി മണിപ്പൂരിൽ വന്നു. മണിപ്പൂരിൽ നിന്ന് വീണ്ടും മടങ്ങി ഷില്ലോങ്ങിൽ ചെന്നു. അപ്പൊ ഷില്ലോങ്ങിന്റെ ഈ സമയങ്ങളിൽ കർത്താവിന്റെ കൃപയിൽ അങ്ങനെ ആമേ പതുക്കെ 2-3 വർഷം ഗ്യാപ്പ് വെച്ച് ദൈവം എനിക്ക് 3 ആമക്കളെ തന്നു. ആമേൻ. അങ്ങനെ എനിക്ക് 1990 മൂത്ത മകൻ ജനിച്ചു. 93 രണ്ടാമത്തെ മകൻ ജനിച്ചു. 96 മൂന്നാമത്തെ മകൻ ജനിച്ചു. അങ്ങനെ 3 ആമക്കൾ ആയി ഞാൻ ഷില്ലോങ്ങിന്റെ പ്രദേശത്ത് ജോലി ചെയ്യുക. ആ സമയത്താണ് എനിക്ക് ഞാൻ ഓഫീസ് വർക്ക് ചെയ്യുന്നു.
ആമേ സ്തോത്രം, ഹല്ലേലൂയ. ഓഫീസിൽ പോകും, ഓഫീസിന്റെ തൊട്ട് താഴെ ലിക്വർ ഷോപ്പ്. ഞാൻ അവിടുന്ന് രാവിലെ ഓഫീസിൽ പോയാൽ അവിടെ ഓഫീസിൽ വർക്ക് ചെയ്യും. 5 മണിയാകുമ്പോൾ ഓഫീസ് അടയ്ക്കും, നേരെ പോകുന്ന ലിക്വർ ഷോപ്പിലേക്കാണ്. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ആ കഥകളൊക്കെ ഓർക്കുമ്പോൾ ആമേ ഹൃദയം തകർന്നു പോവുക. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ആ ലിക്കർ ഷോപ്പിൽ കയറിയിരുന്ന് വയറ് നിറച്ച് മദ്യം കഴിച്ചതിന് ശേഷമേ, ആമേ സ്തോത്രം, മൊത്തം റോഡും അളക്കാതെ ഞാൻ വീട്ടിൽ ചെന്നിട്ടില്ല. ആ രീതിയിലായിരുന്നു എൻ്റെ ജീവിതം. ആമേ സ്തോത്രം. അവിടെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു ഖാത്തയുണ്ട്, അതിൽ ഞാൻ എഴുതി വെക്കും. ആമേൻ. മാസം ശമ്പളം കിട്ടുമ്പോൾ ആമേൻ ഈ ലിക്വർ ഷോപ്പിൽ കൊടുക്കാൻ മാത്രമേ പൈസ ഉള്ളൂ, വീട്ടിലേക്ക് പൈസയില്ല. എൻ്റെ 3 മക്കൾ പഠിച്ചത് ആമേൻ സെൻട്രൽ സ്കൂളിലാണ്. പക്ഷേ എങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയി എന്ന് എനിക്കറിയത്തില്ല. അതിനിടയ്ക്ക് ഞങ്ങളുടെ പട്ടാളക്കാരുടെ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി എൻ്റെ ഭാര്യ സ്റ്റിച്ചിങ് പഠിച്ചു. അവൾ ആ ഡ്രസ്സ് തയ്ക്കും. ആ ഡ്രസ്സ് തയ്ച്ച് കിട്ടുന്ന പൈസ കൊണ്ടാണ് വീട് കഴിഞ്ഞത്. കാരണം എൻ്റെ പൈസ മൊത്തം മദ്യത്തിന് പോകാനുള്ളതേ ഉള്ളൂ, ഒരു പൈസ പോലും മിച്ചമില്ല. ഞാൻ കടവിട്ട പട്ടിയായി എങ്ങനെ ചെയ്യുന്ന അറിയാത്ത രീതിയിൽ ഇങ്ങനെ പോകുക. ആമേ സ്തോത്രം. അങ്ങനെ കുടിച്ച് മതോന്മത്തനായി ഓരോ ദിവസം മുൻപോട്ട് നീങ്ങി. പല ദിവസങ്ങളിലും ഞാൻ ഭവനം അറിയാതെ പോലും ഞാൻ മറ്റുള്ള ഭവനങ്ങളിൽ കയറി പോയിട്ടുണ്ട്. എനിക്കറിയത്തില്ല, എൻ്റെ ബോധാവസ്ഥ നഷ്ടപ്പെട്ടു, ഞാൻ ബോധമില്ലാത്തവനായി തീർന്നു, ഞാൻ എന്ത് ചെയ്യുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാനിങ്ങനെ ഓഫീസ് കഴിഞ്ഞു വൈകിട്ട് ഞാൻ മദ്യഷാപ്പിൽ കയറി. 1999 കാലഘട്ടമാണ്. ആമേ സ്തോത്രം. ഷില്ലോങ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുള്ള സ്ഥലമാണ്, നമുക്കറിയാം. ചിറാപ്പുഞ്ചി അവിടെ അടുത്താ. അപ്പോൾ ഒരു ദിവസം ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ ലിക്വർ ഷോപ്പിൽ പോയി ശരിക്കും മദ്യം കഴിച്ചിട്ട് ഞാൻ ആടി വീട്ടിലേക്ക് കടന്നു വരിക. ഞാൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. എൻ്റെ ഭാര്യ കുഞ്ഞുങ്ങളുമായി പല പ്രാവശ്യം തൂങ്ങിച്ചാകാനൊരുങ്ങി, കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്തിട്ട് അവളും ചാവണമെന്നൊരുങ്ങി. കാരണം ആ രീതിയിലായിപ്പോയി എൻ്റെ ജീവിതം. കർത്താവേ സ്തോത്രം. ഞാൻ എങ്ങനെ ഈ രീതിയിൽ വന്നെന്ന് എൻ്റെ ദൈവത്തിന് മാത്രമേ അറിയുകയുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ അന്ന് രാത്രി അവിടെ കടന്നു ചെന്നപ്പോൾ 2 ദേവദാസന്മാർ എൻ്റെ ഭവനത്തിൽ എൻ്റെ ഭാര്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആരോ പറഞ്ഞൊരു വാക്യം അവിടെ ഉള്ളിൽ ചെന്നു. യേശുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും എന്ന് ആരോ എന്ന് പറഞ്ഞത് അവർക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ എൻ്റെ വീട്ടിലെ പരിസ്ഥിതി, എൻ്റെ ഭാര്യയെ ചാകാനൊരുങ്ങുന്നു, ഇങ്ങനെയുള്ള അവസരം. അവിടെയുള്ള ഓഫീസറാ പുള്ളി, ആർമിയിൽ. പക്ഷേ പുള്ളി അവിടുത്തെ ദേവദാസനും കൂടിയാ. അദ്ദേഹത്തിന് ദൈവം ദർശനം കൊടുത്തു, ഇങ്ങനൊരു സംഭവം നടക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ കാര്യം അറിഞ്ഞ് ഒരു RC കാരി സഹോദരി അവരാണ് എൻ്റെ ഭവനത്തിൽ കടന്നു വന്നത്. കാര്യങ്ങളൊക്കെ പറഞ്ഞു. നടക്കാൻ പറ്റത്തില്ല, കാരണം അവള് ഹിന്ദുവല്ല, അവള് കട്ടർ ഹിന്ദുവാ, കൃഷ്ണ ഭഗവാന്റെ വിശ്വസ്തതയാ. ആറന്മുള അമ്പലത്തിലെ അവിടെ അപ്പനും അമ്മയും പൂജാരിയാ. അപ്പൊ ഈ ഒരു ഇങ്ങനെ കാര്യം നടക്കാന്ന് വെച്ചാൽ അസംഭവം, നടക്കത്തില്ല. പക്ഷേ എങ്ങനെയൊക്കെ സംഭവിച്ച് ഒരു ദിവസം രാത്രി ഈ 2 ദേവദാസന്മാർ വീട്ടിൽ വന്നിരിക്കുക. ഇവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനും മദ്യത്തിന്റെ ലഹരിയിൽ വീട്ടിൽ കടന്നു വന്നു. എന്തുവാണോ സ്നാനം, എന്തുവാണോ ദൈവവചനം, എങ്ങനെയാണോ ഒന്നൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ കടന്നു വന്ന അല്പസമയം ദേവദാസന്മാരോട് കൂടെ ഇരുന്നു. എൻ്റെ ഭാര്യ പറഞ്ഞു, ചേട്ടാ നമുക്ക് സ്നാനപ്പെടാം. അപ്പൊ ആ സമയത്ത് എൻ്റെ ഒരു ആസക്തി അങ്ങനെ, ഞാൻ പറഞ്ഞ ശരി, സ്നാനപ്പെടാം. ദൈവമക്കളെ, ഒരു കാര്യം ഓർക്കണം, ഞങ്ങളൊക്കെ ഇപ്പൊ ഈ സമയങ്ങളിൽ സ്നാനപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ 1 വർഷം 1.5 വർഷമൊക്കെ അവരെ പഠിപ്പിച്ചതിന് ശേഷമാണ് സ്നാനപ്പെടുത്തുന്നത്. ഉറച്ചു എന്ന് വിശ്വാസം വന്നെങ്കിൽ മാത്രമേ സ്നാനപ്പെടുത്തൂ. ആ സമയത്ത് രാത്രിയിൽ കുടിച്ച് മതോന്മത്തനായി വന്ന് എന്നോട് സ്നാനപ്പെടാൻ പറഞ്ഞ്. ആമേൻ. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, അടുത്ത ദിവസം രാവിലെ ഞാനും എൻ്റെ ഭാര്യയും കുളിച്ച് നനച്ച് ഞങ്ങൾ ആ ഷില്ലോങ്ങിന്റെ പ്രദേശത്ത് തണുത്ത ഡിസംബർ മാസം, തണുത്ത സമയം, ഞങ്ങൾ പോയി സ്നാനപ്പെട്ടു. ഓ സ്തോത്രം, ഹല്ലേലൂയ. എന്താണെന്ന് അറിയത്തില്ല, സ്നാനം എന്താണോ, സ്നാനപ്പെടുന്നത് എങ്ങനെയാണെന്നോ, സ്നാനം കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നോ ഒരു കാര്യവും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അടുത്ത ദിവസം ഞാനും എൻ്റെ ഭാര്യയും പോയി 2000 വർഷത്തിൽ ആമേൻ സ്തോത്രം ഡിസംബർ മാസം ഞങ്ങൾ സ്നാനപ്പെട്ട് കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിൽ വന്നു. എന്തോ ഒരു അല്പ സന്തോഷം പോലൊക്കെ തോന്നി. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആ സമയത്ത് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2.5 മാസം ഞാൻ മദ്യപിക്കുകയാകട്ടെ, സിഗരറ്റ് വലിക്കുകയാകട്ടെ, ഗുടുക്ക തമ്പാക്ക് കഴിക്കുകയാകട്ടെ, ഒരു കാര്യം ഞാൻ ചെയ്തില്ല. എൻ്റെ മനസ്സിൽ എന്തോ ഒരു ഭാരം പോലൊക്കെ തോന്നി. പക്ഷേ 2.5 മാസം വരെ ആ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങിയുള്ളൂ. 2.5 മാസം കഴിഞ്ഞ് ആമേൻ ദൈവമക്കളെ ഞാൻ തുറന്നു പറയട്ടെ, ആമേൻ, ഉണങ്ങിയ പാവി നനഞ്ഞ പാവിയായി മാറി. ആമേൻ. ഞാൻ പണ്ടത്തതിൻ്റെ പിന്നത്തേതിൽ ഭയങ്കര മദ്യപാനിയായി ഞാൻ മാറി. ആമേൻ സ്തോത്രം. ഓ, ഞാൻ ആലോചിച്ച ദൈവമേ, എന്തുവാ
അങ്ങനെ ഒരുപാട് ഞാൻ ഒളിക്കാൻ നോക്കി, പക്ഷെ എങ്ങും ഒളിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2001 ഞങ്ങളുടെ യൂണിറ്റ്, ഞങ്ങളുടെ VSFന്റെ ഞങ്ങളുടെ യൂണിറ്റ് കാശ്മീരിലേക്ക് മൂവ് ആകുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഫാമിലിയെ കൊണ്ട് മടക്കി ഭവനങ്ങളിൽ വിടണം എന്നും പറഞ്ഞ ഓർഡർ വന്നു. അപ്പൊ അത് ഞങ്ങളുടെ റിയർ ഹെഡ്ക്വാർട്ടർ, അതായത് കുറച്ച് സാധനവും കുറച്ച് ആൾക്കാരുമായി ബിക്കാനർ എന്ന സ്ഥലത്തേക്ക് മൂവ് ആവും, ബാക്കിയുള്ളവർ മൊത്തവും കാശ്മീരിലേക്ക് മൂവ് ആകുന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓർഡറായി. അപ്പം എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞുങ്ങൾ, ആ സമയത്തൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ അവരുടെ മമ്മിയുമായി അടുത്തു. അതായത് ഞാൻ അകന്നു പോയെങ്കിലും അവര് ദൈവത്തിങ്കിലൊക്കെ അടുത്തു. സ്തോത്രമല്ലേലൂയ. കുഞ്ഞുങ്ങളും അവളുമായി മുറിക്കുള്ളിൽ അടച്ച് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവേ, ആമേൻ, എൻ്റെ ഭർത്താവിനെ കാശ്മീരിൽ വിടാതെ ഞങ്ങളോട് കൂടെ തന്നെ ബിക്കാനറിൽ വിടണം, ദൈവം പ്രവർത്തിച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസ്തയോടെ ആത്മാർത്ഥമായി അവർ ഞാൻ പ്രാർത്ഥിച്ചൊന്നുമില്ല, കാരണം എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കഴിവില്ല, കെൽപ്പില്ല, ഒന്നുമില്ല, എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ സ്തോത്രം, ദൈവത്തിന്റെ മഹത്വം. അടുത്ത ദിവസം രാവിലെ ആമേ സ്തോത്രം, എൻ്റെ ഒരു അയലത്തുകാരൻ പയ്യൻ അവിടെ നിന്ന് ഓടി എൻ്റെ വീട്ടിലേക്ക് വരിക. അവൻ വന്നിട്ട് അവിടെ പറയുക, ആമേ സ്തോത്രം, സാബു നിന്റെയും എൻ്റെയും പേര് മാത്രമുണ്ട് ബിക്കാനറിലേക്ക്, ബാക്കി എല്ലാവരും കാശ്മീരിലേക്കാണെന്ന് പറഞ്ഞു. ഇത് കേൾക്കുകയും എൻ്റെ ഭാര്യയും മക്കളടക്കം തുള്ളിച്ചാടി ദൈവത്തിന് മഹത്വം കരയറ്റുക. ആമേ സ്തോത്രം. ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാന്താണോ? ഇത് ഓർഡർ അല്ലേ? ഓർഡർ വന്നതിന് അല്ല, ഈ ഓർഡർ ആ ഓർഡർ അല്ല, ഇതെന്റെ ദൈവം അയച്ച ഓർഡറാണ്. ആമേ സ്തോത്രം. അതാണ് അവരുടെ വിശ്വാസം. അത്രയ്ക്ക് അതായത് അത്രയ്ക്ക് കഠിന വിശ്വാസം. ആമേ സ്തോത്രം. അവിടുന്ന് ഞങ്ങള് യൂണിറ്റായിട്ട് മൂവായി ബിക്കാനർ വന്നു. അങ്ങനെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. എൻ്റെ മൂത്ത മകൻ ഇന്ന് പാഷായിരിക്കുന്നു, അവന് ദൈവം ദർശനം കൊടുക്കാൻ തുടങ്ങി. ദൈവം അവനോട് സംസാരിച്ചു തുടങ്ങി. ആമേ സ്തോത്രം. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഞങ്ങൾ ഷില്ലോങ്ങിൽ നിന്ന് മൂവ് ആകുന്നതിന് മുന്നേ തന്നെ കർത്താവിൻ്റെ ദർശനം ദൈവം ഞങ്ങളോട് പറഞ്ഞത്. കാരണം ഞാൻ കേട്ടില്ല, എൻ്റെ ഭാര്യയോട് പറഞ്ഞത്. ആമേ സ്തോത്രം. നീ ബിക്കാനർ ചെല്ലും, അവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുമെന്നൊക്കെ ദൈവം അവളോട് സംസാരിച്ച് എൻ്റെ മുഖൻ വഴി അവളൊരു ഡയറിയിൽ എഴുതി വെച്ചു. ആമേ സ്തോത്രം. നിങ്ങൾ അവിടെ കടന്നു ചെല്ലുമ്പോൾ ഒരു ഭവനം, അവിടെ ആർക്കും താമസിക്കാൻ പറ്റാത്തൊരു ഭവനം കിടപ്പുണ്ട്, നിങ്ങൾ ആ ഭവനം വാടകയ്ക്ക് എടുക്കണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ദൈവം അവളോട് സംസാരിച്ചു. അവൾ ആ ഡയറിയിൽ കുറിച്ചു വെച്ചു. ആമേ സ്തോത്രം. ഞങ്ങൾ അവിടുന്ന് സ്തോത്രം, മഹത്വം ദൈവത്തിന്, അവിടുന്ന് മൂവായി ഞങ്ങൾ ബിക്കാനറിൽ വന്ന് കുറച്ച് സമയം ഞങ്ങൾ അവിടെ ക്വാർട്ടറിൽ താമസിച്ചു. അതിനുശേഷം ക്വാർട്ടർ വെക്കേറ്റ് ചെയ്ത് പുറത്തു പോകണം, അതിന് ഓർഡർ വന്നു. ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ അവിടെ എല്ലാം ചുറ്റിട, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകും, ഞങ്ങൾ അവിടെ എല്ലാം നോക്കി നടക്കുക. ഭവനത്തിന് പല ഭവനങ്ങളിൽ കയറി ഇറങ്ങി. ആമേ സ്തോത്രവും. ഭവനങ്ങളൊന്നും അങ്ങോട്ട് ശരിയായി കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോയപ്പോൾ ഒരു വീട് ഞാൻ അടഞ്ഞു കിടക്കുന്നു. അവിടെ അവര് ആ ഗേറ്റിൽ അവരുടെ കോൺടാക്ട് നമ്പർ എഴുതിയിട്ടുണ്ട്, അല്ലാതെ ഒന്നും അടങ്ങില്ല. അപ്പൊ ഞാൻ അവരുടെ അയലത്തോട് ചോദിച്ചു, ഈ വീട് വാടക? ഞാൻ പറഞ്ഞു, വാടക കൊടുക്കാനാ, ഇതൊരു ക്രിസ്ത്യാനികളുടെ വീടാന്ന് പറഞ്ഞു. ആമേ സ്തോത്രം. അതായത് CNIക്കാർ ക്രിസ്ത്യാനികളുടെ വീടാണ്, പക്ഷെ ഇവിടെ പലരും വന്നു, അവരാരും വാടക കൊടുത്തത് ഞാൻ കണ്ടിട്ടില്ലെന്നു. അപ്പൊ എൻ്റെ ഭാര്യ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യും, ഈ നമ്പറിൽ ഒന്ന് കോൾ ചെയ്യാൻ പറഞ്ഞു. ആമേ സ്തോത്രം. ഞാൻ ആ നമ്പർ കുറിച്ചു കൊണ്ടുപോയി അവിടെ STD, ആ സമയത്ത് മൊബൈൽ ഫോണൊന്നും ആരുടെ കയ്യിലില്ല, അവിടെ STD ബൂത്തിൽ പോയി ഈ നമ്പർ കോൾ ചെയ്തു. പല പ്രാവശ്യവും കോൾ ചെയ്ത് ബെല്ല് പോകുന്നുണ്ട്. ആമേൻ, ആരും എടുക്കുന്നില്ല. ഇനി ഞങ്ങൾ നിരാശയായി. ഞാൻ ഭാര്യയോട് ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, നിനക്ക് പ്രാന്തുണ്ടോ? എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുക്കാൻ? അങ്ങനെ ഞാൻ വളരെ മനസ്സ് വിഷമിച്ച് എന്തോ ഞാൻ പുറത്തു പോയി. ഞാൻ വീണ്ടും എന്നോട് വെച്ച് എൻ്റെ ഭാര്യ പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം ചെയ്യും, എന്നെ ചേട്ടാ ഞാൻ വിളിക്കുന്നത്, ഒരു കാര്യം ചെയ്യും, ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്യാൻ പറയും, പ്ലീസ്. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യും. ഞാൻ അവിടുന്ന് നേരെ വന്നു, വീണ്ടും STD ബൂത്തിൽ കയറി കോൾ ചെയ്തു. ഭാഗ്യം എന്ന് പറയട്ടെ, ഒരു കോള് പിക്ക് ചെയ്തു. ആ സമയങ്ങളിൽ എൻ്റെ വിശ്വാസം പറയാം, കാരണം ഞാൻ വിശ്വാസത്തിൽ താന്നു പോയെങ്കിലും അവളുടെ കാര്യവും പ്രവൃത്തിയും കണ്ടുകൊണ്ട് എൻ്റെ വിശ്വാസം ചെറുതായിട്ട് ഇങ്ങനെ വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പൊ ഇവളെന്നോട് പറഞ്ഞ്, ദൈവത്തിന് എന്നോട് പറയുന്നുണ്ട്, അവരിപ്പോൾ പിക്ക് ചെയ്യും, നിങ്ങൾ കോൾ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ നിന്ന് കോൾ ചെയ്തു, അവർ പിക്ക് ചെയ്ത് സംസാരിച്ചു. എന്നോട് പറഞ്ഞ് വീട്, ഞാൻ പറഞ്ഞു വീട് വാടക എടുക്കാനാണ് ഞാൻ വിളിച്ചത്. നിങ്ങൾ ആരാ? ഞാൻ പറഞ്ഞു, ഞാൻ BSF ജോലി ചെയ്യുന്ന ആളാണ്. നിങ്ങൾ എവിടെ? ഞാൻ പറഞ്ഞു, ഞാൻ ക്രിസ്ത്യാനിയാണ്. എന്നോട് ഒരു കാര്യം ചെയ്യാൻ വൈകുമ്പോഴത്തേക്ക് നിങ്ങളെ മീറ്റ് ചെയ്യാൻ തോന്നും. അങ്ങനെ വൈകുന്നേരമായി അദ്ദേഹം ഞങ്ങളുടെ ക്യാമ്പിൽ വന്നു, ഞങ്ങളെ കണ്ടു, സംസാരിച്ചു. ആമേൻ. ആ വീട് ഞങ്ങൾക്ക് തരാമെന്ന് പുള്ളി എഗ്രിമെന്റ് എഴുതി. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ അയലത്താരും പറഞ്ഞു, ഇന്ന് വരെ അടഞ്ഞു കിടഞ്ഞ് പലരും വന്നിട്ട് കൊടുക്കാതിരുന്ന ഈ ഭവനം നിങ്ങൾക്ക് വേണ്ടി. ഞാൻ പറഞ്ഞു, ഇത് യഹോവയാൽ സംഭവിച്ചു. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. വചനം പറഞ്ഞു, ഇത് യഹോവയാൽ സംഭവിച്ചു. അങ്ങനെ ആ ഭവനത്തിൽ ഞങ്ങൾ താമസം തുടങ്ങി. അവിടെ ഒരു ഹോളുണ്ട്. ദൈവമക്കളെ, എൻ്റെ മകനിൽ കൂടി ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നടക്കാൻ തുടങ്ങി അവിടെ. ആമേൻ, സ്തോത്രം. ഇതൊക്കെ കണ്ടുകൊണ്ട് എൻ്റെ സ്വഭാവം അല്പസ്വല്പമൊക്കെ ദൈവത്തിലേക്ക് അടുക്കാൻ തുടങ്ങി. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ
അവിടെ പാസ്റ്റേഴ്സ് മീറ്റിംഗ് വരെ എൻ്റെ മകൻ നടത്തി. ആ ബിക്കാനൽ മൊത്തം ഭയങ്കര പേരായി. ഇങ്ങനെ ഒരു കുടുംബം വന്നിട്ടുണ്ട്, ഇങ്ങനെ അവിടെ വലിയ പ്രവൃത്തി നടക്കുന്നുണ്ട്, ദൈവം ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ആ ഭവനത്തിൽ ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി. ഞങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല, എൻ്റെ മകനും എൻ്റെ ഭാര്യയും കൂടി പ്രാർത്ഥന തുടങ്ങി. ഞാൻ കൂടുന്നില്ല. ഞാൻ ഇതൊക്കെ കേട്ടാലും ഞാൻ പിന്നോ നിൽക്കുക, മാറി നിൽക്കുക. ഇതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല. ടീക്ക് അവരെ പാടായി എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നു. അങ്ങനായി അവിടെ വലിയ കർത്താവിന്റെ കൃപയിൽ വലിയ അത്ഭുതങ്ങൾ നടന്നു. രോഗികൾ ഓൺ ദ സ്പോട്ടിൽ സൗഖ്യമാകുക. ആമേൻ. ദുഷ്ട ശക്തികൾ ബാധിച്ചവർ ഓൺ ദ സ്പോട്ടിൽ സൗഖ്യമാകുക. ദൈവം വലിയ അത്ഭുതങ്ങളെ ചെയ്യാൻ തുടങ്ങി. അതിനൊന്നും ഞാനില്ല, എൻ്റെ മകനും ഭാര്യയും. അങ്ങനെയൊക്കെ ആയിരുന്ന് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് വീണ്ടും മുൻപോട്ട് ഇങ്ങനെ ജീവിതം പയ്യെ പയ്യെ പോയി. അപ്പൊ ഞങ്ങൾക്കൊരു അടിസ്ഥാനം വേണമല്ലോ. അപ്പൊ അവിടെ ഒരു കർത്താവിന്റെ ദാസനുണ്ട്, വാട്ടർ അതോറിറ്റി ജോലി ചെയ്ത പാഷ ചാക്കോ എന്നാണ് അതിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഭാര്യ ഡെയ്സി. ആമേൻ. അവരൊരു പ്രവാചകി എന്ന് പറഞ്ഞാൽ അവർ പല പ്രവചനം നടത്തിയിട്ടുണ്ട്. അതൊക്കെ സക്സസ് ആയി എന്നാ പറഞ്ഞ എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടുള്ള കേട്ടിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു കൂട്ടുകാരൻ മുഖാന്തരം ഞങ്ങൾ ആ പാസ്റ്ററുമായി കോണ്ടാക്റ്റിൽ വന്നു. ഞങ്ങൾ അവിടെ കടന്നുപോയി പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ എൻ്റെ സ്വഭാവത്തിന് ചേഞ്ചസ് വന്നു തുടങ്ങി. ഞാൻ അങ്ങനെ ആത്മാർത്ഥമായി ദൈവസന്നിധിയിലേക്ക് അടുത്തു തുടങ്ങി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ആദ്യമായിട്ട് ആ പാസ്റ്റർ ചാക്കോയുടെ ഭവനത്തിൽ ഞങ്ങൾ കടന്നുപോയി. അവിടെ 6-7 ഫാമിലി വരുന്നുണ്ട്. മലയാളീസ, ഒരു ഹിന്ദി, ഒരു കർണാടകക്കാരൻ പയ്യനുണ്ട്, സോമരാജോ അങ്ങനെ കണ്ട അതിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരോട് കൊടുത്ത് അവരെല്ലാവരും ഞങ്ങൾക്ക് കൊണ്ട് ഉച്ചയ്ക്ക് ആഹാരം ഒരുക്കും. ഞങ്ങൾ അവിടെ പ്രാർത്ഥന കഴിഞ്ഞ് കടന്നു വരുമ്പോൾ എനിക്ക് ശമ്പളം കിട്ടിയ ആ ദിവസം, എൻ്റെ ഭാര്യ അന്നും ഇന്നും ചെയ്യുന്നൊരു കാര്യമാണ്, ശമ്പളം കിട്ടി എത്ര രൂപയാണോ അത് കൈവച്ച് വാങ്ങി പ്രാർത്ഥിച്ചിട്ട് അതിൻ്റെ മൊത്തം ദശാംശം അവൾ മാറ്റിവെക്കും. അത് ഇന്നും ചെയ്യുന്നുണ്ട്. സ്വോത്രം. ഇന്നും ശമ്പളം ഇല്ലെങ്കിലും കർത്താവിൻ്റെ ഇന്നും അത് ചെയ്യുന്നുണ്ട്. ആമേൻ. സ്വോത്രം. അങ്ങനെ അത് മാറ്റിവെച്ച് അടുത്ത ഞായറാഴ്ച ഞങ്ങൾ അവിടെ പ്രാർത്ഥനയ്ക്ക് പോയി. പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് ആഹാരം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. ഈ ഒരു കവറ് കർത്താവിന്റെ ദാസന്റെ കയ്യിൽ ഞങ്ങൾ കൊടുത്തു. അദ്ദേഹം അത് വാങ്ങിച്ചിട്ട് കരഞ്ഞുപോയി. ഞാൻ പറഞ്ഞു, പാഷേ ഇതെന്റെ ദശാംശമാണ്. അദ്ദേഹം പറഞ്ഞത്, ദേവസനല്ല, എന്റെ പറഞ്ഞ സൗരാജ് ബ്രദറെ, ഞാൻ ഇവിടെ ജോലിക്ക് വന്നതും കർത്താവിന്റെ ശുശ്രൂഷ ആയതും എന്നെ ദൈവം, അന്ന് ഫിലദൽഫിയ ചർച്ച ഉണ്ടാ പുള്ളിക്കാരൻ നിൽക്കുന്നത്. സ്തോത്രം. അല്ലേ? എനിക്ക് ആദ്യമായിട്ടാ ഒരാൾ ദശാംശം തരുന്നത്. ആമേൻ. സ്തോത്രം. ഞാനും ഇത് കേട്ടങ്ങ് അതിശയിച്ചു പോയി. കാരണം ദൈവം അന്ന് പഠിപ്പിച്ചത് കൊണ്ട് ആ ദശാംശം ഞാൻ അന്നും ഇന്നും ദൈവത്തോട് കൊടുക്കുന്നു. എവിടുന്ന് 10 രൂപ കാശ് കിട്ടിയാലും അതിൽ നിന്ന് 1 രൂപ ഞാൻ മാറ്റിവെക്കും. അത് അന്നും ആ പഠിച്ച സ്വഭാവം ഇന്നും ഉണ്ട്. അങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ ആശ്രയിച്ച് ദൈവത്തിൽ മുൻപോട്ട് പോകുക. സ്വഭാവത്തിന് മാറ്റം വന്നു. പയ്യെ ദൈവത്തിനുണ്ട് നിൽക്കാൻ തുടങ്ങി. ഞാനും ഭാര്യയും കുഞ്ഞുങ്ങളും കൂടി കടന്നു പോകും. ആമേൻ. സ്തോത്രം. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ ഒരു ദിവസം സംഭവിച്ചൊരു കാര്യമുണ്ട്. ആമേൻ. സ്തോത്രം. ഞങ്ങളുടെ അടുത്തുനിന്ന് ക്യാമ്പസിനടുത്ത് ആമേൻ. സ്തോത്രം, ഞങ്ങൾക്ക് പോകണം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മകനിൽ കൂടി ദൈവം പറഞ്ഞു, ഒരു വാഹനം വാങ്ങിക്കണം. അപ്പം ഞങ്ങൾ BSF ക്യാമ്പസിൽ 3 വർഷത്തെ ടെന്നൂറുള്ള ഇവിടെ, 3 വർഷം ഇവിടെ, അങ്ങനെ മാറി പോകണം. എന്നാലും ദൈവത്തിന്റെ ആത്മ പറഞ്ഞില്ല, ഒരു വണ്ടി വാങ്ങണം, 2 വീലർ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ GPF-ൽ പൈസ എടുക്കാണ്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ അന്ന് ആ സമയത്ത് വണ്ടിയുടെ എനിക്കൊന്ന് 36,000 രൂപ അങ്ങോട്ട് അതിൻ്റെ വില. സ്വോത്രം. അപ്പോൾ അങ്ങനെ ഞാൻ പെട്ടെന്ന് GPF അപ്ലൈ ചെയ്തു. അടുത്ത മാസം എനിക്ക് അത് കിട്ടി. ഞാനും കൊണ്ടുവന്നു. അപ്പോൾ എന്നോട് വൈകിയ സമയങ്ങൾ ദൈവത്തിന്റെ ആത്മ മോനെ കൂടെ പറയുക, നിങ്ങൾ ഷോറൂമിൽ കടന്നു പോകണം. എനിക്ക് വണ്ടി ഓടിക്കാനൊന്നും അറിയത്തില്ല. ഇന്നാൾ, അതായത് എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തി അവിടെ ഉണ്ടല്ലോ, അവരുടെ ഭർത്താവുണ്ട്, പുള്ളിക്കാരനെ കൂട്ടി ആ ഷോറൂമിൽ കടന്നു പോകണം. നിങ്ങൾ ആ ഷോറൂമിൽ കടന്നു ചെല്ലുമ്പോൾ ഒരു ചുമന്ന വണ്ടി അവിടെ ഉണ്ടാകും. ആ വണ്ടി നിങ്ങൾ എടുക്കണം. ആ വണ്ടി എടുത്ത് അത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. അത് ദൈവകാര്യങ്ങൾക്കല്ലാതെ മറ്റൊരാളത് കൈകാര്യം ചെയ്യരുത് എന്ന് പറയുന്ന ദൈവത്തിന്റെ ആത്മാവെന്നെ വെളിപ്പെടുത്തി. ഞാൻ അങ്ങനെ അടുത്ത ദിവസം ഈ പൈസയും കളക്ട് ചെയ്തുകൊണ്ട് എൻ്റെ സാഡുബായി, അതായത് ജ്യേഷ്ഠനെ വിളിച്ചുകൊണ്ട് ഞാൻ ഷോറൂമിൽ ചെന്നു. ദൈവമക്കളെ, ആശ്ചര്യം എന്ന് പറയട്ടെ, ആ ഷോറൂമിൽ ആയിരക്കണക്കിന് വണ്ടികൾ നിരത്തി വെച്ചിരിക്കുക. ഞങ്ങൾ ഇടവും വലവും കറങ്ങി 4 വശവും നോക്കി. ദൈവം പറഞ്ഞ ആ ചുമന്ന വണ്ടി ഞാൻ അവിടെ നിന്നും കാണുന്നില്ല. ആമേൻ. സ്തോത്രം. ഞാൻ അവിടുന്ന് ആ സെയിൽസ്മാൻ വെച്ച് ഞാൻ പറഞ്ഞു, വേറെ എവിടെ ഇരിപ്പുണ്ടോ? അവൻ പറഞ്ഞു, വേറെ സ്ഥലത്ത് ഇരിപ്പുണ്ടെന്ന്. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഒരു ചുമന്ന വണ്ടി ആ സൈഡിൽ ഇരിക്കുന്നു. ആമേൻ. സ്തോത്രം. അപ്പൊ ഞാൻ ആ സെയിൽസ്മാൻ ഞാൻ പറഞ്ഞു, ഈ വണ്ടി എനിക്ക് മതി എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, എന്നോട് ചോദിച്ചു, താങ്കൾ എന്തോ മനുഷ്യനാ, ഇത്രയും വണ്ടി ഇവിടെ നിരന്നിരിക്കുന്നു, അതിലൊന്നും ഇഷ്ടപ്പെടാതെ നിങ്ങൾ? ഞാൻ പറഞ്ഞു, എനിക്ക് ഈ വണ്ടി മതി. ആമേൻ. സ്തോത്രം. അല്ലേലൂയ. അങ്ങനെ ആ സെയിൽസ്മാൻ വരെ അതിശയിച്ചു പോയി. ആയിരക്കണക്കിന് വണ്ടി ഇരിക്കുന്ന ഈ ഷോറൂമിൽ ഈ വണ്ടി മാത്രം ഇദ്ദേഹം താല്പര്യപ്പെട്ടത്. എങ്ങനെയായാലും അവിടെ നിന്ന് ആ വണ്ടി എടുത്തു. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പേപ്പർ ശരിയാക്കി. എനിക്ക് ഓടിക്കാൻ അറിയത്തില്ല.
എൻ്റെ ജ്യേഷ്ഠൻ കൂടെ ഉണ്ട്, അദ്ദേഹം ഓടിച്ചു. അദ്ദേഹം ബൈക്ക് ഓടിക്കുന്ന ആൾ, അദ്ദേഹം ഓടിച്ച് ഞങ്ങൾ ക്യാമ്പസിൽ കൊണ്ടു. എൻ്റെ മോൻ അന്ന് 12 വയസ്സേ ഉള്ളൂ, മൂത്തവന്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. വണ്ടി കൊണ്ടുവന്നു, കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ മഹന്തൻ എനിക്കറിയത്തില്ല അവൻ എങ്ങനെ വണ്ടി പഠിച്ചു. അവനൊരു തവണ എടുത്തുകൊണ്ട് പോയി. അവൻ പറഞ്ഞു, മമ്മിയും പറഞ്ഞിട്ട് മോനെ എങ്ങനെ ഓടിക്കുന്ന കാര്യത്തില്ല, അതൊക്കെ തമ്പുരാൻ ഓടിച്ചല്ലോ, മമ്മി ഇരിക്കാൻ. അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, അവൻ വണ്ടി എടുത്തുകൊണ്ട് പോയി. അവൻ സ്തോത്രം, അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് വീണെങ്കിലും കർത്താവിൽ ആശ്രയിച്ച് അബദ്ധമൊന്നും പറ്റിയില്ല. അവൻ അന്ന് ആ വണ്ടി ഓടിച്ച് അവൻ അന്ന് പഠിച്ചു. ആമേ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം അങ്ങനെ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ഞങ്ങളെ ആ ദേശത്ത് മാനിച്ചു നിർത്തി. ദൈവമക്കളെ, അല്പം ഒന്ന് പറയട്ടെ. ആമേ, സ്തോത്രം. അങ്ങനെ എൻ്റെ വിശ്വാസ യോഗ്യത കണ്ടുകൊണ്ടാണ് എന്നെ അവിടെ ഓഫീസർ മെസ്സിലേക്ക് ഒരു ഡ്യൂട്ടിക്ക് എന്നെ നിയുക്തി ചെയ്തു. ഞാൻ അവിടെ കടന്നുപോയി ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കവേ പെട്ടെന്ന് ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടർ കാശ്മീരിൽ നിന്ന് ഒരു ഓർഡർ വന്നു, കുറച്ച് ദിവസത്തേക്ക് എന്നെ അങ്ങോട്ട് അയക്കണം, എന്നെ എൻ്റെ കൂടെ 5-6 പേരെ അയക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് അവിടെ കടന്നുപോയി 5-6 മാസം ഞാൻ അവിടെ നിന്നു. പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ഭാര്യയും വിക്കാനേറിൽ. ഞാൻ അവിടുന്ന് ലീവ് ചോദിച്ചെങ്കിൽ ലീവ് തന്നില്ല. 6 മാസം കഴിഞ്ഞ് എനിക്ക് ലീവ് തന്നില്ല. അപ്പം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ ട്രാൻസ്ഫർ ഓർഡർ ഞാൻ ഈ 1000 ഇടത്തിലേക്ക് ആയിരിക്കും, ഓൾറെഡി ആയി. പക്ഷേ അവിടെ ഒരു UP കാരനാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം ഏതോ കാര്യത്തിൽ എൻ്റെ ഭാര്യ അതിൽ കടന്നു പോകുമ്പോൾ, അവൻ്റെ പേര് രമേശ് എന്ന, അവൻ ഇടയ്ക്ക് വെച്ച് കണ്ടു. അവൻ ചോദിച്ചു, സാബുരാജ് വന്നില്ലേ? അവൻ പറഞ്ഞില്ല. അയ്യോ, സാബുരാജിന്റെ ട്രാൻസ്ഫർ ആയല്ലോ ഇവിടത്തേക്ക്. അവൻ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ. എന്നാൽ ഹെഡ് ക്വാർട്ടറിൽ എൻ്റെ ട്രാൻസ്ഫർ ഓർഡർ പോയിട്ടുണ്ട്, ഞങ്ങളുടെ ബറ്റാനിൽ എൻ്റെ ട്രാൻസ്ഫർ അയച്ചിട്ടില്ല. അപ്പൊ അവര് അറിഞ്ഞുകൊണ്ടോ എന്തെനിക്ക് അറിയത്തില്ല, അത് അവര് മുക്കി. അങ്ങനെ ഒരു ദിവസം ഞാൻ 10 ദിവസം ലീവിന് അപ്ലൈ ചെയ്തു. എനിക്ക് ലീവ് സാങ്ഷനായി. ഞാനിവിടെ വരുമ്പോൾ എൻ്റെ ഭാര്യ അവര് TPMന്റെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് ജയ്പൂരിൽ. അന്നിവിടെ ജയ്പൂരിൽ, ഞങ്ങൾ ബിക്കാനേറിലും. അപ്പോൾ എന്നോട് ആദ്യമേ ഫോൺ വിളിക്കുമ്പോൾ അവൾ പറഞ്ഞിരുന്നു, ഒന്നുകിൽ നിങ്ങൾ ഈ ദിവസം വരിക, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞു വരിക. അപ്പൊ അതൊന്നും പറ്റിയില്ല. അതിനിടയ്ക്ക് ഈ ലീവ് എനിക്ക് സാങ്ഷനായി. ഞാൻ അവിടുന്ന് ലീവ് എടുത്ത് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ആമേ, സ്തോത്രം, ഹല്ലേലൂയ. ഞാനിവിടെ വന്ന് സന്ധ്യാസമയത്ത് എനിക്ക് അവർ വിളിച്ചു പറഞ്ഞു, ചാവി ഇന്നടത്ത് ഇരിപ്പുണ്ട്, ആമേ, സ്തോത്രം, ഞങ്ങൾ ജയ്പൂരിലാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ അവിടെ ചെന്ന് റൂം തുറന്ന് അകത്ത് കയറി. ആമേ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ അല്പസമയം പ്രാർത്ഥിക്കുകയോ ചെയ്തു. എന്തോ എനിക്കറിയത്തില്ല, സന്ധ്യാസമയമായപ്പോൾ ഈ വിരോധി, ഈ രമേശ്, അവന്റെ മകളെ എൻ്റെ വീട്ടിൽ പറഞ്ഞയച്ചിട്ട് പറഞ്ഞ പോലെ, അങ്കിളെ, എനിക്കൊരു ആൺകുഞ്ഞുണ്ടായല്ലോ, അവരുടെ ആങ്ങളെ ഉണ്ടായി, അവന്റെ ബർത്ത്ഡേ ആണിന്ന്, അതുകൊണ്ട് അങ്കിള് വരണം വീട്ടിലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, ഓക്കെ, ആയിക്കോട്ടെ. ആമേ, സ്തോത്രം. ഞാൻ എന്ത് ചെയ്ത്, സന്ധ്യാസമയം ഈ വീട് അടച്ചിട്ടിട്ട് ഞാൻ അവന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ അവന്റെ വീട്ടിലേക്ക് കടന്നുപോയി. ഞങ്ങൾ സംസാരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഈ വ്രതം നടന്ന ദിവസം എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും പോയിരുന്നു, അതൊന്നും എനിക്കറിയത്തില്ല. അവന് ഗിഫ്റ്റും കൊടുത്തിരുന്നു, അതൊന്നും എനിക്കറിയുന്നില്ല. പക്ഷെ ഇവൻ രണ്ടാമത് എന്നെ വിളിച്ചു. എന്നെ കുറുക്കാനായിരുന്നെന്ന് എനിക്ക് പിന്നെ മനസ്സിലായത്, സ്തോത്രമല്ലില്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് എന്തായാലും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇവന്റെ ആ രണ്ടാമത്തെ മകള് ഒരു പ്ലേറ്റില് കുറച്ച് പൂരി, സബ്ജി, അതും ഇതുമില്ല എന്നെ കൈ കൊണ്ട് തന്നു. അങ്ങനെ കഴിക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങ് വീട്ടിൽ പോവാണ്, ഞാൻ വീട്ടിൽ പോയിരുന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ ആ പ്ലേറ്റ് വാങ്ങി നേരെ എൻ്റെ വീട്ടിൽ വന്നു. ഞാൻ കതക് അടച്ചു. അപ്പോൾ ആ സമയം എനിക്കൊന്നൊരു 8 മണി 8:30 സമയമായി കാണും രാത്രി. അല്പസമയം കഴിഞ്ഞ് വീണ്ടും എൻ്റെ വീട്ടിൽ ആ പെൺകൊച്ചു കടന്നു വന്നു. അപ്പം ഈ ക്യാമ്പസിനകത്ത് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ മാത്രമേ ഫ്രിഡ്ജുള്ളൂ. ലാൻഡ് ലൈൻ ഫോൺ എൻ്റെ വീട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് വരും ലാൻഡ് ലൈനിൽ വിളിക്കാനായിട്ട്. അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പൊ ഈ പെങ്കൊച്ച് കടന്നു, ഞങ്ങൾ വെള്ളം വേണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്, നീ എടുത്തുകൊണ്ട് പോയിക്കോ. അങ്ങനെ ആ കുഞ്ഞ് വന്നു, ആ വെള്ളക്കുപ്പിയായി പോയി, അവള് പോയി. അല്പസമയം കഴിഞ്ഞിട്ട് വീണ്ടും ഈ കൊച്ചിനെ പറഞ്ഞു വിട്ടു. ഞാൻ പറഞ്ഞു, മോളെ, നീ വെള്ളം കൊണ്ടുപോയല്ലോ, അങ്ങനെ ഒരു ബോട്ടിൽ വേണം. ഞാൻ പറഞ്ഞു, കാര്യം ചെയ്യും, ആദ്യം കൊണ്ടുവന്ന ബോട്ടിൽ നിറച്ച് വെച്ചിട്ട് അടുത്തെടുത്തുകൊണ്ട് പോയിക്കണം. ഇതെല്ലാം കഴിഞ്ഞ് ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ, ഇവൻ എന്നെ ട്രാപ്പ് ചെയ്ത് എന്നെ പിടിക്കാനുള്ള ഇതിലാണ്. കാരണം എൻ്റെ സ്ഥാനത്ത് ഇവൻ ജോലി ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ ഇവൻ എന്നെ പെടുത്താൻ വേണ്ടി നോക്കിയതാ. ഇവൻ എന്നെ വീട്ടിൽ പെടുത്താൻ നോക്കി, ഞാൻ അവിടെ പെട്ടില്ല. അങ്ങനെ ഇവൻ എൻ്റെ വീട്ടിൽ തന്നെ അവസാനം ഞാൻ ഇവന്റെ മകളെ പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ എൻ്റെ പേരിൽ ഫാൾസ് കേസ് ഉണ്ടാക്കി. ഇവൻ ഓഫീസറെ വിളിച്ചപ്പം ഞാൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കേസ് ഉണ്ടാക്കി. പക്ഷെ ഞാൻ ആ സമയത്ത് മദ്യപെല്ലാം വിട്ടു, ദൈവത്തോടെ നിൽക്കുന്ന സമയമാണ്. ഇവരെന്നെ മെഡിക്കലൊന്നും ചെയ്യിച്ചില്ല. പക്ഷെ എന്നെ അകത്ത് കൊണ്ടുപോയി, ഞങ്ങളുടെ ക്യാമ്പസിനകത്ത് കൊണ്ടുപോയി എന്നെ ശിക്ഷിക്കുവാനുള്ള ഒരുക്കത്തിലായി. അപ്പം ആമേ, സ്തോത്രം, ഞാൻ അവരോട് ഏറ്റു പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ
ഈ പട്ടാളത്തിൽ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ആമേൻ, തെറ്റിയ ആ സമയത്ത് അവിടെ തന്നെ ശിക്ഷിക്കും. പക്ഷെ ഞാൻ ആ ശിക്ഷ ഏറ്റെടുക്കാൻ സമ്മതിച്ചില്ല. കാരണം ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുക അതെനിക്ക് പറ്റാത്തൊരു കേസ്. അപ്പൊ അങ്ങനെ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ അവിടെ ആ ഓഫീസറുടെ മുമ്പിൽ ഞാൻ അത് നിരസ്കരിച്ചത് കൊണ്ട് അവർ വീണ്ടും കോർട്ട് ഓഫ് എൻക്വയറി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഓർഡർ കൊടുത്തു. ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ. കോർട്ട് ഓഫ് എൻക്വയറി ആയി. ആമേ, സ്തോത്രം, ഹല്ലേലൂയ. വക്കീലിനെ വെച്ചു, ഞാൻ സിവിൽ വക്കീലിനെ വെച്ചു, എങ്ങനെയൊക്കെ വെച്ചു വന്നെങ്കിലും ആമേ, സ്തോത്രം, ഹല്ലേലൂയ, ഈ കാര്യം നടക്കാതെ വന്നതിന്റെ കാരണം ആമേ, സ്തോത്രം, അവിടെ ഞാൻ ഫെയിലായിപ്പോയി. എൻ്റെ വക്കീൽ ഫെയിലായിപ്പോയി. അവസാന നിമിഷത്തിൽ എന്നെ അവർ കോർട്ട് മാർഷൽ ചെയ്തിട്ട് ആമേൻ, ഡിസ്മിസ് ഫ്രം സർവീസ് ആൻഡ് 1 year പ്രിസൺ, ആമേൻ, സിവിൽ ജയിൽ. അവിടെ നിന്ന് എന്നെ 2003 ഡിസ്മിസ് ചെയ്തു. 1 വർഷത്തേക്ക് ജയിലിലേക്ക് വിട്ടു. ഒന്ന് ആലോചിക്കണമേ, സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങൾ വന്നിട്ടില്ല. അവർ അടുത്ത ദിവസം രാത്രിയിലാണ് ആമേ, സ്തോത്രം, ജയ്പൂരിൽ നിന്ന് വന്നത്. ആമേ, സ്തോത്രം, ഹല്ലേലൂയ. ജയ്പൂരിൽ നിന്ന് വന്ന് അവർ നോക്കുമ്പോൾ ഞാനില്ല. ആൾക്കാരോട് ചോദിച്ചു, അയലത്തോട് എവിടെ പോയി ഒന്നും അറിയത്തില്ല. ക്യാമ്പസിൽ വന്നു. അപ്പൊ ഞാൻ അണ്ടർ കസ്റ്റഡിയിൽ അവിടെ ഇരിപ്പുണ്ട്. എന്നെ വിളിച്ചു, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ അവിടെ കടന്നു ചെന്നു. ദൈവമക്കളെ, എന്നെ കാണുവാൻ അവർ വന്നെങ്കിലും ഞങ്ങൾക്ക് പരസ്പരം കാണുവാനോ ആമേ, സ്തോത്രം, ഹല്ലേലൂയ, ഒന്ന് സംസാരിക്കാനോ ഒന്നും പറ്റാത്ത അവസരം. കാരണം ഞാൻ അണ്ടർ കസ്റ്റഡി. ആമേ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം. അവരെന്നെ പല പ്രാവശ്യം, ദൈവത്തിന്റെ പ്ലാൻ എന്ന് ഞാൻ പറയാം, എന്നെ ഡിസ്മിസ് ചെയ്ത് അന്ന് ഉച്ച സമയമായപ്പോൾ പട്ടാളത്തിന്റെ വണ്ടിയിൽ തന്നെ ഇവരെന്നെ ജയിലിലേക്ക് കൊണ്ടുപോകും. സ്തോത്രം, ഹല്ലേലൂയ. അവരെന്നെ ജയിലിലേക്ക് കൊണ്ടുപോയി. ഞാൻ ജയിലിൽ കടന്നുപോയി. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. വൈകുന്നേര സമയമായപ്പോൾ എൻ്റെ ഭാര്യയും മക്കളും അവിടെ വന്നു ക്യാമ്പസിൽ. എൻ്റെ ഭർത്താവ് എവിടെ? ആർക്കും അറിയത്തില്ല, ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴാണ് പറയുന്നത്, നിന്റെ ഭർത്താവിനെ ജയിലിൽ കൊണ്ടുപോയി. അപ്പോ ആ സ്ഥിതി ഒന്ന് ആലോചിക്കണമേ. ഭാര്യയും 3 കുഞ്ഞുങ്ങളും പുറത്ത് നിൽക്കുമ്പോൾ ഭർത്താവ് ജയിലിൽ. എന്നെ അവിടുന്ന് അവര് ജയിലിലേക്ക് കൊണ്ടുപോയി. ക്യാമ്പസിന്റെ വണ്ടിയിൽ തന്നെ എന്നെ അവിടെ കൊണ്ടുവന്ന് സെൻട്രൽ ജയിലിൽ, ബിക്കാനൂർ സെൻട്രൽ ജയിലിൽ ഹാൻഡ് ഓവർ ചെയ്തു. ഞാൻ അവിടെ ജയിലിനകത്ത് കയറി. എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും മടങ്ങി വന്ന് ജയ്പൂരിൽ നിന്ന് അവർ അന്വേഷിച്ചപ്പോൾ ഞാനില്ല. എവിടാന്ന് അവർക്കും അറിയത്തില്ല. ഇവിടെ ക്യാമ്പസിനകത്ത് കടന്നു വന്ന് ഓഫീസേഴ്സിനോട് ചോദിച്ചോ പറഞ്ഞ അവന് ഞങ്ങള് ജയിലിലേക്ക് കൊണ്ടുപോയി. അവിടെ തകർന്നു പോയി കാണും എന്ന് ഞാൻ വിശ്വസിക്കും. കാരണം തകർന്നു. കാരണം ഭർത്താവ് ജയിലിൽ പോയി. ആമേൻ, ഒരു കുറ്റവും ചെയ്യാതെ ജയിലിൽ പോയി. കുഞ്ഞുങ്ങളുമായി അവൾ പുറത്തും. അങ്ങനെ ഞാൻ ജയിലിൽ കടന്നുപോയി. അവിടെ പ്രിസണേഴ്സിനെ കാണുവാൻ ആഴ്ചയിൽ 1 ദിവസം പെർമിഷൻ ഉണ്ട്. പക്ഷേ ദൈവത്തിന്റെ കൃപ എന്ന് പറയട്ടെ, ഞാൻ ഒരു പട്ടാളക്കാരനായതുകൊണ്ടായിരിക്കാം അവിടെ എനിക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം എൻ്റെ ഫാമിലിക്ക് എന്നെ കാണുവാൻ പെർമിഷൻ കൊടുത്തു. ആമേ, സ്തോത്രം. ഈ 2 പ്രാവശ്യം എന്ന് പറയുന്നത്, ആമേ, സ്തോത്രം, അത് വെറുതെ അല്ല. ദൈവമക്കളെ, കർത്താവിന്റെ വചനം ആ ജയിലിനുള്ളിൽ എത്തിപ്പാൻ ദൈവം കൃപ ചെയ്തു. ആമേ, സ്തോത്രം. ഈ ആഴ്ച 2 പ്രാവശ്യം വരുമ്പോഴും പലവിധമായ ട്രാക്സുകള്, പുതിയ നിയമങ്ങള്, ആമേ, സ്തോത്രം, ആ ജയിലിനുള്ളിൽ എത്തിപ്പാൻ ദൈവം കൃപ തന്നു. ആമേ, സ്തോത്രം. ഓരോ ഖൈദികളുടെ കയ്യിലും കർത്താവിന്റെ വചനം എത്തിക്കാൻ ദൈവം എന്നെ ആ ജയിലിനുള്ളിൽ ഉപയോഗിച്ചു. ആമേ, സ്തോത്രം, ഹല്ലേലൂയ. അവിടെ എനിക്ക് പ്രാർത്ഥന തുടങ്ങാൻ അവിടുത്തെ ജയിലർ അവസരം തന്നു, ഒരു മുറി തന്നു. അവിടെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആമേ, സ്തോത്രം. അനേകർ ദൈവസന്നിധിയിൽ വിടുവിപ്പാൻ ഇടയായി തീർന്നു. ആമേ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു യഥാർത്ഥ മാനസാന്തരം ആ ജയിലിനുള്ളിൽ എനിക്ക് ഉണ്ടായി. സ്തോത്രം, ഹല്ലേലൂയ. അന്നാണ് വചനം പറയുന്നതിന്റെ വെളിയിൽ തെരഞ്ഞെടുപ്പ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ അന്നാണ് ആ കാര്യം മനസ്സിലായത്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം എന്തിനാണ് വിളിച്ചത്, ദൈവം എന്തിനാണ് വിളിച്ച് വേർതിരിച്ചത്. ആമേ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ 1 വർഷത്തേക്ക് ശിക്ഷിച്ച എന്നെ ആ ജയിലിനുള്ളിൽ 4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ചെയ്യേണ്ടതായ സകല കാര്യങ്ങളെയും ജയിലിനുള്ളിൽ ചെയ്തെടുത്തു. എത്തേണ്ടതായ സകല പുതിയ നിയമങ്ങളോട് എത്തിച്ചു. ആമേ, സ്തോത്രം, ഹല്ലേലൂയ. 4.5 മാസം കഴിഞ്ഞപ്പോൾ ആ ജയിലർ തന്നെ പറഞ്ഞു, ഇവനെ ഇവിടെ വച്ചേക്കണ്ട, ഇവനെ പറഞ്ഞു വിടും. ആമേ, സ്തോത്രം. ഇവൻ ഇവിടെ കടന്നാൽ ഈ ജയിൽ മൊത്തം മാനസാന്തരപ്പെട്ടു പോകും. ആമേ, സ്തോത്രം. അതുകൊണ്ട് ഇവനെ പറഞ്ഞു വിടാൻ പറഞ്ഞുകൊണ്ട് മറ്റുള്ള അപ്പൊ അന്ന് വൈകിട്ട് 2 പോലീസുകാരോട് പറഞ്ഞ്, സാവു നീ വാരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാ കാര്യം? നിന്നെ ജയിൽ സാബ് വിളിക്കുന്നു. ആമേ, സ്തോത്രം, ഹല്ലേലൂയ. ജയിൽ സാബ് വിളിക്കുന്നപ്പോൾ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞ, നീ നാളത്തെ ദിവസം നിന്റെ റിലീസായി, നീ പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ 1 വർഷത്തെ ശിക്ഷിച്ച് എന്നെ 4.5 മാസം കൊണ്ട് ഇവര് പറഞ്ഞു വിട്ടു. വീട്ടിൽ ചെന്ന് ഞാൻ, എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കുക, അവള്, നിങ്ങൾ എന്തിനാ ഇപ്പൊ വന്നതെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. കാര്യം പറഞ്ഞു മറ്റുണ്ടോ, ചേട്ടാ നിങ്ങൾ ഇപ്പൊ വരണ്ടായിരുന്നല്ലോ, നിങ്ങൾ കുറച്ച് ദിവസം അവിടെ കിടക്കത്തില്ലായിരുന്നു. കാരണം അവള് പറഞ്ഞതിന്റെ താല്പര്യം, ഇനിയും ചില കാര്യങ്ങൾ
ആമേൻ ആ ജയിലിൽ ജീവൻ ഉണ്ടായിരുന്നല്ലോ. ഇനിയും പല ആൾക്കാരുടെ കൈകളിൽ പുതിയ നിയമം എത്തേണ്ടതായിട്ട് ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയും കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നാൽ മതിയായിരുന്നല്ലോ എന്നാണോ അവർ പറഞ്ഞ താല്പര്യം. എന്നാലും കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ജയിലിൽ നിന്ന് മടങ്ങി വന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ അവിടെ വ്യാപൃതരായി. അനേക ഇടങ്ങൾ കടന്നുപോയി, അനേക ഗ്രാമങ്ങളിൽ ഞങ്ങൾ കടന്നുപോയി. ആമേ സ്തോത്രം. ദൈവം തന്ന ആ ബൈക്ക് അത് ഉപയോഗിച്ചു. ഒരു തവണ ഞങ്ങൾ ഗ്രാമത്തെ കടന്നുപോയി, ഭയങ്കര മഴ. ആമേ സ്തോത്രം. റോഡ് നിറച്ച് വെള്ളം. പക്ഷേ ഗ്രാമത്തിൽ കടന്നു എന്ന് ആമേ സ്തോത്രം ഹല്ലേലൂയ അവിടുന്ന് 90 കിലോമീറ്റർ ഏകദേശം കടന്നു ചെന്നു. ഞങ്ങൾ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച ദൈവപ്രവർത്തകർ നടന്ന് മടങ്ങി വന്ന് നോക്കിയപ്പോൾ, ദൈവമക്കളെ ഒരു കാര്യം അത്ഭുതം പറയട്ടെ, എൻ്റെ വണ്ടിയുടെ പെട്രോളിന്റെ ടാങ്ക് ഉണങ്ങിയിരിക്കാത്ത പെട്രോൾ ഒരു തുള്ളിയില്ല. എങ്ങനെ മടങ്ങി പോകും? 90 കിലോമീറ്റർ അവിടുന്ന് പോകണം. എങ്ങനെ പോകുമെന്ന് ഒന്നും അറിയത്തില്ല. ആമേ സ്തോത്രം. ഞാനുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ മൂത്ത മകനുണ്ട്. ആമേ സ്തോത്രം. ഞങ്ങൾ 3 പേര് ആമേൻ ഹല്ലേലൂയ ആ ദേശത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ കരഞ്ഞു, കർത്താവേ എങ്ങനെ മടങ്ങി പോകും? സന്ധ്യയായി, 90 കിലോമീറ്റർ പോകണം. ടങ്കിയുടെ മുകളിൽ കൈവച്ചു കർത്താവിനോട് ആശ്രയിച്ച ദൈവമേ, അത്ഭുതമല്ലാതെ ഞങ്ങൾക്കൊന്നും പ്രതീക്ഷിക്കാനില്ല. സ്തോത്രം. അത്ഭുതം എന്ന് പറയട്ടെ, ആമേ സ്തോത്രം. അല്പസമയം കൊണ്ട് എൻ്റെ പെട്രോളിന്റെ ടാങ്ക് ഫുള്ളായി. ആമേ സ്തോത്രം. അതിശയിച്ചു പോയി. അവിടെ നിന്ന് അതിശയിച്ചു പോയി, കണ്ണുനീരോട് കർത്താവിന് നന്ദി പറഞ്ഞു. എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആമേൻ അവിടെ നിന്ന് ആൾക്കാർ മൊത്തം കണ്ട് അതിശയിച്ചു പോയി. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ സുരക്ഷിതമായി മടങ്ങി വന്നു. ദൈവമക്കളെ, ആമേ സ്തോത്രം. വാടക കെട്ടിടത്തിൽ പാർക്കുക. എൻ്റെ ജോലി നഷ്ടപ്പെട്ടു, എനിക്കുള്ള ശമ്പളം നഷ്ടപ്പെട്ടു, സർക്കാർ തന്ന കാട്ടിൽ എല്ലാം മടക്കി കൊടുക്കേണ്ടി വന്നു. എങ്ങനെ മുൻപോട്ട് പോകും? എങ്ങനെ വാടക കൊടുക്കും? ഒരു പൈസ പോലും ഇല്ല. GP ഉള്ള പൈസ എടുത്താണ് ഞാൻ വണ്ടി എടുത്തത്. ആമേ ഇതെല്ലാം നേരത്തെ കർത്താവ് കരുതി വെച്ചതാ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഭവനം കടന്ന് നോക്കി 250 രൂപ വാടക പറഞ്ഞു. ആ 250 രൂപ എങ്ങനെ കൊടുക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ കർത്താവിന്റെ പ്രവൃത്തി വളരെ ശക്തമായി തന്നെ നടന്നു. ആമേ സ്തോത്രം. ഹല്ലേലൂയ. കാര്യങ്ങളൊക്കെ ഭംഗിയായി മുൻപോട്ട് നടന്നു. അങ്ങനായി ജയ്പൂരിന്റെ പ്രദേശത്ത് ഒരു അങ്കിള് ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നു. ആരോ പറഞ്ഞു കേട്ട് ഞങ്ങളുടെ അടുത്ത് വന്നതാ. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന വെച്ചാൽ കൊച്ചു മുറിയാണ്. ഞങ്ങൾ കിടക്കുന്ന കട്ടിലും കസേരകളും എല്ലാം പറക്കി പുറത്തിട്ട് ഞായറാഴ്ച അവിടെ ആരാധിക്കും. ജനങ്ങൾ ഇഷ്ടം പോലെ കൂടി, പ്രാർത്ഥന നടങ്ങി, അനേക അത്ഭുതങ്ങൾ നടന്നു. ആമേ സ്തോത്രം. അവിടെ സ്നാനം നടന്നു. ആമേ സ്തോത്രം. ഇത് കേട്ട് ഏതോ ഒരു അങ്കിള്, ഇവിടുന്ന് ഒരു അങ്കിള് ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന് ഞങ്ങളോട് കൂടെ അല്പസമയം ചെലവിട്ടു. അദ്ദേഹം പറഞ്ഞു, മോനെ എന്താണ് ഇതിന്റെ വാടക? ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇത്ര രൂപയാണ്. നീ ഒരു കാര്യം ചെയ്യും, അടുത്ത മാസം തൊട്ട് ഇതിന്റെ വാടക ഞാൻ കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് അങ്കിള് എനിക്കൊരു ഇത് തന്നു. അങ്ങനെ കർത്താവിന്റെ കൃപയിൽ ഞങ്ങൾ വീണ്ടും ആ ദേശത്ത് പാർത്തു, ദൈവത്തിന്റെ സന്നിധിയിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് IPCയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഞാൻ വന്നത്. എൻ്റെ കൂടെ വർക്ക് ചെയ്ത കർത്താവിന്റെ ദാസൻ പറഞ്ഞു, പക്ഷേ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഇൻഡിപെൻഡന്റ് നിൽക്കില്ലയോ, നമുക്കൊരു കാര്യം ചെയ്യാം, IPC കൂടെ ചെന്ന് വർക്ക് ചെയ്യാം. അങ്ങനെ അദ്ദേഹത്തിന്റെ നിർബന്ധപ്രകാരം ഞാൻ അവിടെ നിന്ന് ജയ്പൂരിൽ കടന്നു. അന്ന് IPC ഹെഡ്ക്വാർട്ടർ ജയ്പൂരാണ്. ഇന്നും ജയ്പൂർ ഹെഡ്ക്വാർട്ടർ തന്നെയാണ്. ഇവിടെ കടന്ന് സംസാരിച്ചു. അപ്പം RBTC എന്ന് പറയുന്നത് അത് രാജസ്ഥാൻ ബൈബിൾ ട്രെയിനിങ് സെന്റർ എന്ന് പറയുന്ന സെന്റർ തുടങ്ങി. അപ്പോൾ അവിടെ ഒരു വർഷം പഠിക്കണം എന്നതിന് ശേഷമേ അവർ ക്രമീകരിക്കുന്നു. അങ്ങനെ ഞാൻ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഒരു വർഷം അവിടെ പഠിപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെ IPCയുടെ ശുശ്രൂഷനായി ഞാൻ മാറി. ആമേ സ്തോത്രം. ഹല്ലേലൂയ. പലയിടങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്തു. ആമേ സ്തോത്രം. ഒരു ദിവസം ദൈവം എന്നെ ഒരു സ്ഥലത്ത് അയച്ചു. ഹിൻഡോൺ സിറ്റി, കരോളി ജില്ല എന്ന് പറയുന്ന സ്ഥലത്താണ് അയച്ചത്. ആമേ സ്തോത്രം. രാത്രി ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞ്, നീ ആ ദേശത്ത് കടന്നു പോകണം. ആമേ സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ 2 കുഞ്ഞുങ്ങൾ ആമേ സ്തോത്രം ഇവിടെ സെൻട്രൽ സ്കൂളിൽ പഠിക്കുന്നു. ആമേ അവസാന ഘട്ടം അവരുടെ എക്സാം അടുത്ത് വരുന്നു. ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവിന് ഇടപെട്ട് നീ കടന്നു പോകാൻ. ആമേ സ്തോത്രം. ഞാൻ കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ ചെന്ന് TCക്ക് വേണ്ടി അപ്ലിക്കേഷൻ കൊടുത്തു. എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞു, പപ്പായി ഈ വർഷം കൂടെ ഞങ്ങൾ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു, പോരാ, ദൈവം പറഞ്ഞതാണ് പോകണം എന്ന് പറഞ്ഞാൽ നമ്മൾ പോയേ പറ്റൂ. അതിനകത്ത് പഠിത്തമോ ഡിഗ്രിയോ നമുക്ക് വലിയ കാര്യമല്ല. ആമേ സ്തോത്രം. നമുക്ക് പോയേ പറ്റൂ. ആമേ സ്തോത്രം. ദൈവമക്കളെ സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം ആ ദേശത്ത് ആമേ കടന്നു ചെന്നാൽ ദൈവം കൃപ ചെയ്ത് 2 മലയാളി നഴ്സുമാരാണ് അവിടുത്തെ വിശ്വാസികൾ. സ്തോത്രം. ഹല്ലേലൂയ. അവരെന്നോട് ചോദിച്ചു, പാഷേ നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഈ പട്ടിക്കാട്ടിലേക്ക് നിങ്ങൾ നീ കുഞ്ഞും കൊണ്ട് വന്നത്? ആമേ സ്തോത്രം. ഞാൻ പറഞ്ഞു, ഞാൻ വന്നതല്ല, എൻ്റെ ദൈവം എന്നെ അയച്ചതാ. സ്തോത്രം. ഏലിയാവിനെ കാക്ക കൊണ്ട് തൃപ്തിപ്പെടുത്തുന്നത് പോലെ ആ ദേശത്ത് പാർത്ത് അവിടെ ഒരേ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളേ ഉള്ളൂ, അത് മലയാളികളുടേതാ. ആമേ സ്തോത്രം. ഞങ്ങൾ വന്നറിഞ്ഞുകൊണ്ട് ആ സ്കൂളിന്റെ ഡയറക്ടറും തൻ്റെ ഭാര്യയും ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നു. ആമേ സ്തോത്രം. അവർ പറഞ്ഞു, പാഷേ കുഞ്ഞുങ്ങളെ രാവിലെ സ്കൂളിൽ വിടണം. ആമേ സ്തോത്രം. അടുത്ത ദിവസം രാവിലെ ഞാനും കുഞ്ഞുങ്ങളുമായി സ്കൂളിൽ ചെന്നു. ആമേ സ്തോത്രം. അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് എന്നെ വിളിച്ച് ഞാൻ ചെന്നു. ആമൻ അഡ്മിഷൻ ഫോറം എൻ്റെ കയ്യിൽ നിന്ന് ഞാനത് പൂരിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ബാബു എന്ന് അദ്ദേഹത്തിന്റെ പേര്. ഞാൻ പറഞ്ഞു, ബാബുച്ചാ എത്ര അതിന്റെ ഫീസ്? എന്നോട് പാഷ, നിങ്ങൾ തമാശ പറയുന്നത്? ആമേ സ്തോത്രം. ഞങ്ങളുടെ ദേശത്ത് ഒരു പാഷേ ഉള്ളൂ. ആ പാഷയുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ എൻ്റെ സ്കൂളിൽ ഞാൻ ഫീസ് വാങ്ങിക്കുമോ? ഒരിക്കലുള്ള പാഷ.
കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടേക്കാൻ പറഞ്ഞു. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ആ സ്കൂളിൽ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചു. ആമേ സ്തോത്രം. എൻ്റെ കുഞ്ഞുങ്ങളുടെ യൂണിഫോം, അവരുടെ ബാഗ്, അവരുടെ പുസ്തകം എല്ലാം ആ സ്കൂളുകൾ തന്നെ ക്രമപ്പെടുത്തി കൊടുത്തു. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ആമേ, ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ദൈവം ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് അനുസരിക്കാൻ നമ്മൾ തയ്യാറായാൽ നിശ്ചയമായും ദൈവം അത്ഭുതങ്ങളെ നമുക്ക് കൊണ്ട് ചെയ്യും. അത് അനുഭവത്തിൽ കൂടി ഞാൻ പറയാൻ സാധിക്കും. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ആ ദേശത്ത് പാർത്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടു. ആമേൻ, ഹല്ലേലൂയ. രാവിലെ ഇറങ്ങിയാൽ ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും, ആമേ സ്തോത്രം, എല്ലാ ഗ്രാമങ്ങളും തോറും കയറിറങ്ങി അനേക ദൈവ ആത്മാക്കൾ വിടുവിക്കപ്പെട്ടു. ആമേ സ്തോത്രം. അനേകര്, മുസ്ലിങ്ങളാകട്ടെ, ഹിന്ദുക്കളാകട്ടെ, അനേകര്, വലിയ വലിയ ജാതികൾ, ആമേ സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി രക്ഷാടനത്തിലേക്ക് കടന്നു വന്നു. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ആ ദേശത്ത് പാർത്ത് ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നു. IPCയുടെ അണ്ടറിലായതുകൊണ്ട്, ആമേ സ്തോത്രം, 3 വർഷമല്ല ഉള്ളൂ. പക്ഷേ അവിടുത്തെ വർക്കും, ആമേൻ, അവിടുത്തെ ആൾക്കാരുടെ ആ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ 9 വർഷം ആ ദേശത്ത് പാർത്തു. 9 വർഷം. IPCക്കാർ 9 വർഷം ആരെയും എങ്ങും നിർത്തത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ ഞാൻ അവിടെ 9 വർഷം പാർത്തു. ആമേ സ്തോത്രം. ഒന്നുമില്ലാത്തിടത്ത് കർത്താവ് എല്ലാം ചെയ്യുവാനിടയായി തീർന്നു. ആമേ സ്തോത്രം. IPCക്ക് വേണ്ടി അവിടെ അല്പം സ്ഥലം വാങ്ങിച്ചു. അവിടെ ഒരു ബിൽഡിംഗ് പണിയാനിടയാക്കി തീർന്നു. ആമേ സ്തോത്രം. അനേക ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടു. ആമേ സ്തോത്രം. IPCക്കാരുടെ, ആമേൻ, അവർ അതിശയിച്ചു പോയി, ഇങ്ങനൊരു കാര്യം അവിടെ നടക്കുകയെന്ന് വെച്ചാൽ. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ദൈവം അവിടെ കൊണ്ടുപോയത് കൊണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യിച്ചു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ IPCക്കാർക്ക് ഒരു വലിയ പ്രയാസം, എന്നെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യണം. എൻ്റെ വിശ്വാസികൾ വിട്ടില്ല. പക്ഷേ IPC നേതൃത്വം പറഞ്ഞ് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫറായി മാറണം. അത് സവായി മാധോപൂർ ജില്ല എന്ന് പറയും. അവിടെ ഓൾറെഡി ചർച്ചുണ്ട്, പാഴ്സനേജ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് അവിടെ പോകാൻ താല്പര്യമില്ല. കാരണം അവിടെ 7 മലയാളി ഫാമിലീസ് ഉള്ള ഒറ്റ ഹിന്ദിക്കാർ പോലും ഇല്ല. സ്വതന്ത്രം എനിക്ക് പോകാൻ മനസ്സില്ല. പക്ഷെ എന്തോ ആ സമയത്ത് അങ്ങോട്ട് ട്രാൻസ്ഫറായി ഞാൻ സവായി മാധോപൂരിലേക്ക് പോയി ജോയിൻ ചെയ്യാൻ ചെന്നപ്പോൾ, ഞാൻ ഇവിടുന്ന് മൂവ് ആകുന്നതിന് അന്നത്തെ ദിവസം എൻ്റെ ഭാര്യ മാതാവ് മരണപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വന്നു. ഞാൻ നേതൃത്വത്തോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. നേതൃത്വം പറഞ്ഞു, സാരമില്ല, സാധനങ്ങൾ ഷിഫ്റ്റ് ആക്കിയിട്ട് നിങ്ങൾ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ഇദ്ദേഹം ഫോണിൽ കൂടിയാണ് ഈ കാര്യങ്ങൾ എന്നോട് പറയുന്നത്. ഞാൻ അവിടെ നിന്ന് സാധനം കൊണ്ട് അവിടെ ഷിഫ്റ്റ് ചെയ്തു. ആമേ സ്തോത്രം. ഗേറ്റിൽ അവിടെ വെച്ചിട്ട് തന്നെ ഞാൻ ഒരു വിശ്വാസിയുടെ കയ്യിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടുന്ന് തന്നെ ട്രെയിൻ ഞങ്ങൾക്ക് കയറി നേരെ നാട്ടിൽ പോയി. നാട്ടിൽ ചെന്നു. ഭാര്യാപിതാവിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നു. ഞങ്ങൾ പതുക്കെ സെറ്റായി തുടങ്ങി. അവിടെയും 5 വർഷത്തിന് ശേഷം സ്നാനത്തൊട്ടി തുറക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ കൃപയാൽ 6 ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. മലയാളികളായ ഹിന്ദിക്കാര്. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ഇവിടെയുള്ള 7 മലയാളികൾ, അവർക്കൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, ദൈവങ്ങൾ ഞാൻ തുറന്നു പറയാമല്ലോ, നമ്മൾ മലയാളീസ് ആണല്ലോ. ആമേൻ. അവരുടേതാണ് ചർച്ച്. അവര് പറയുന്നത് കാര്യങ്ങൾ നടക്കൂ. ആമേൻ. പാഷ അവർ പറയുന്നത് ചെയ്യാവൂ എന്നൊക്കെ ഇവർ ഒരുപാട് ബലം പ്രയോഗിച്ചു തുടങ്ങി. ഞാൻ അത് അനുസരിച്ചില്ല. ഞാൻ പറഞ്ഞില്ല, എന്നെ ദൈവമായി അയച്ചത്. എന്നെ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയും. അതനുസരിക്കാൻ കൊണ്ടെങ്കിൽ മാത്രം ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ പ്ലീസ് ഞാൻ നിൽക്കില്ല. അങ്ങനെ നേതൃത്വത്തോടെ ഇവർ കംപ്ലൈന്റ് ചെയ്തു തുടങ്ങി. എന്തൊക്കെ പറഞ്ഞു. ഓക്കെ, എന്നെ വീണ്ടും അവിടുന്ന് 2 വർഷം കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ല പാഷേ, എന്നെ ദൈവമായിട്ട് എവിടെ അയച്ചത്. IPC നോക്കിയല്ല ഞാൻ വന്നത്, എന്നെ ദൈവം അയച്ചത്. അപ്പൊ അതുകൊണ്ട് പാഷ ഒരു കാര്യം ചെയ്യും, അവിടുന്ന് ആരെയാണോ ട്രാൻസ്ഫർ അയക്കാനുള്ളത് അയച്ചോളൂ, ഞാൻ മാറിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക്, IPC വിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറി കർത്താവിന്റെ വേല തുടങ്ങി. ആമേ സ്വ അതിശക്തമായി ദൈവം അവിടെ ഞങ്ങളെ പ്രയോജനപ്പെടുത്തി. ആമേ സ്വത്രം. IPC ചേർന്നപ്പോൾ എനിക്ക് 15,000 രൂപ ശമ്പളമായിരുന്നു. പക്ഷെ ശമ്പളം പോയി, എല്ലാം പോയി. എൻ്റെ ഇളയ മകൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു ഇവിടെ. സ്വത്രം. എൻ്റെ രണ്ടാമത്തെ മകൻ കമ്പ്യൂട്ടർ കോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്നു. അപ്പൊ എങ്ങനെ ചെയ്യും എന്ന് ഒന്നും അറിയത്തില്ല. 6,000 രൂപയ്ക്ക് ഞാൻ പോയി വീട് വാടകയ്ക്ക് എടുത്തു. കർത്താവിന്റെ കൃപയിൽ ആശിച്ച് പ്രാർത്ഥന തുടങ്ങി. പക്ഷെ അടുത്ത മാസം എങ്ങനെ 6,000 രൂപ കൊടുക്കും, എങ്ങനെ കുഞ്ഞിന്റെ ഫീസ് കൊടുക്കും എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഞാൻ അന്ന് എനിക്ക് അറിയുന്ന ഒരു കർത്താവിന്റെ ദാസനുണ്ട്, പാസ്റ്റർ ബ്രദർ രാജൻ പോൾ. അദ്ദേഹം ഗിഡിയോൺസിന്റെ ആൾ വർക്ക് ചെയ്യുന്നു. അപ്പം ഞാൻ അന്ന് വൈകിട്ട് എന്തോ അദ്ദേഹത്തോടൊന്ന് ഫോൺ ചെയ്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബ്രദറെ, ഏതെങ്കിലും വേക്കൻസി നിങ്ങളുടെ ഗിഡിയോൺസിനകത്തുണ്ടോ എൻ്റെ കുഞ്ഞിനോടൊന്ന് കയറ്റാൻ? അന്നേരം ആ ഓൺ ദ സ്പോട്ടിൽ ആ കർത്താവിന്റെ ദാസൻ, ആ ബ്രദർ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, നിങ്ങൾ തക്ക സമയത്താണ് വിളിച്ചത്, ഒരു പുതിയ വേക്കൻസി ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആമേ സ്തോത്ര. ദൈവത്തിന് മഹത്വം. പെട്ടെന്ന് മോനോട് എല്ലാം ഫില്ല് ചെയ്ത് അയക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് എൻ്റെ കർത്താവിന്റെ കൃപയിൽ അനുസരിച്ച് മോനോട് പറഞ്ഞു. മോൻ അവിടെ നിന്ന് എല്ലാം ഫില്ലപ്പ് ചെയ്ത് അയച്ചു. അവൻ സെലക്ഷനായി. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ 15,000 മുടങ്ങിയപ്പോൾ അവിടെ 25,000-ന് എൻ്റെ മോന് സെലക്ഷനായി. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ജീവിതത്തിൽ ഫ്ലൈറ്റിൽ കയറാൻ പറ്റാത്ത സിക്കന്ദരാബാദിൽ നിന്ന് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഒരു അയച്ചു കൊടുത്തുകൊണ്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞ ഒരു ലെറ്റർ വന്നു. അങ്ങനെ പോയി ജോയിൻ ചെയ്തു. ഇന്ന് മോൻ ഗിഡിയോൺസിനോട് വർക്ക് ചെയ്യുന്നു. അന്നും ഇന്നും
അവൻ എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ആ ദേശത്ത് പാർത്ത് ദൈവത്തിന് വേണ്ടി നിന്നു. ആമേൻ, സ്തോത്രം. അങ്ങനെ ഒരുപാട് ദൈവ ആലോചനകൾ ഞാൻ കേട്ടു. ദൈവസന്നിധിയിൽ നിന്ന് സമർപ്പിച്ച് എന്നോട് ഒരു വാസപ്രാർത്ഥന കർത്താവിൻ്റെ ദാസൻ നാട്ടിൽ നിന്ന് നടന്നു എന്നോട് പറഞ്ഞ, പാഷേ, നിങ്ങൾ 2020 സ്വന്തം ഭവനത്തിൽ താമസിക്കും, എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ കാണിക്കുന്നു. ഞാൻ പറഞ്ഞ, പാഷേ, എന്തുവാ, എങ്ങനെ 2020 സ്വന്തം ഭവനത്തിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ എന്താ ഉള്ളത്? ആമേ, സ്തോത്രം. ഇല്ല പാഷേ, ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറഞ്ഞു, 2020 ജയ്പൂർ പട്ടണത്തിൽ നിങ്ങൾ സ്വന്തം ഭവനത്തിൽ താമസിക്കും. ആമേ, ഞാനിങ്ങനെ അത് കേട്ടുവെങ്കിലും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കാര്യങ്ങൾ എങ്ങനെയാ 2020 ഈ 2019 പറയുന്നത് 2020 അവിടെ താമസിക്കും. എന്താണുള്ളത്? IPCയുടെ ഐഡന്റിറ്റി കാർഡ് അല്ലാതെ നമ്മുടെ കയ്യിൽ യാതൊരു കാര്യങ്ങളും ഇല്ല. ഒരു ഡോക്യുമെന്റ്സ് ഒന്നുമില്ല. സ്വോത്രമല്ലേലില്ല. അപ്പൊ അങ്ങനായി 2019 സവായി മാധവപൂരിൽ നിന്ന് പല ആഴ്ചകൾ ഞാനും എൻ്റെ ഭാര്യയും ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് ഇവിടെ കടന്നു വരും. ഞങ്ങൾ ഭവനം നോക്കി നടക്കുക വാടകയ്ക്ക്. കാരണം ദൈവത്തിന്റെ ആത്മാവ് 2020 നിങ്ങൾ ഷിഫ്റ്റ് ആകണമെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഇവിടുത്തെ വേല കഴിഞ്ഞൊന്ന് ജയ്പൂർ ഷിഫ്റ്റ് ആകണം എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഇവിടെ വന്നു. എൻ്റെ പൊന്ന് ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ജയ്പൂർ പട്ടണത്തിൽ ഒരു വാടകയ്ക്ക് വീടെടുക്കുക വെച്ചാൽ 15,000 16,000 രൂപ വാടക വേണം. അല്ലാതെ ഇവിടെ അങ്ങ് ഒരു ഭവനം ഒന്നും കിട്ടത്തില്ല. അങ്ങനെ ഞങ്ങൾ പല ആഴ്ചകൾ കടന്നു വന്നു, പല ഭവനങ്ങൾ നോക്കി. എല്ലാം 10,000 14,000 16 രൂപ പറയുന്നത്. ഞാൻ പറഞ്ഞു, ദൈവമേ, എവിടുന്ന് കൊടുക്കും? എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നു, എൻ്റെ മോൻ പഠിക്കുന്നു, ഞാൻ എവിടുന്ന് ചെയ്യും? എനിക്കൊന്നും മനസ്സിലായില്ല. ഒരു ഞായറാഴ്ച ഇതേപോലെ പ്രാർത്ഥന കഴിഞ്ഞ് വൈകിട്ട് മടങ്ങി വന്നു. തിങ്കളാഴ്ച രാവിലെ ഞങ്ങളിവിടെ കടന്നുപോയി നോക്കി, ഒരു ഭവനം കണ്ടു. ആ ഭവനം ഇഷ്ടപ്പെട്ടു. ആ ഭവനത്തിനുള്ളിൽ ഞങ്ങൾ കടന്നുപോയി. ഒരു ബ്രോക്കർ എന്നെ കൊണ്ടുപോയത്. ഞാൻ അകത്തിരുന്നുകൊണ്ട് ആ വീടിന്റെ ഓണറുമായി സംസാരിച്ചു. ആമേ, സ്തോത്രം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്, നിങ്ങളുടെ വീടിന് ഇഷ്ടപ്പെട്ടു, 3 BHK 3 റൂം സെറ്റാണ്. ആമേ, സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്ഥലം വേണം. അതുകൊണ്ടാണ് ഞാൻ ആ വീട് നോക്കിയെടുത്തത്. അങ്ങനെ ആ കൊണ്ടുവന്ന ബ്രോക്കർ പറഞ്ഞു, ഇതിന് 12,000 രൂപ ആയിരുന്നു വാടക, ഇനിയിപ്പോൾ എന്തായാലും കുറയത്തില്ല, കൂടത്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, മാലിക്കുമായിട്ട് എന്നെ സംസാരിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു. ആമേ, സ്തോത്രം, ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു, ബ്രോക്കറോ പറഞ്ഞു കാണുള്ളൂ. ഞാൻ പറഞ്ഞു, അവൻ പറഞ്ഞു, പക്ഷെ നിങ്ങൾ പറ, നിങ്ങൾ എത്ര രൂപ വാടക വേണം? ഒരു അല്പസമയം മൗനം അവർ പാലിച്ചതിന് ശേഷം, എനിക്കറിയത്തില്ല, ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ പ്രവേശിച്ചു. അവരെന്നോട് ചോദിച്ചു, താങ്കൾ 8,000 രൂപ തരാൻ തയ്യാറാവെന്ന് ചോദിച്ചു. സ്വോത്രം. ഞാൻ വലിയ അത്ഭുതം എന്ന് വിചാരിച്ചു. സ്വോത്രം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, ഓക്കെ, ഡൺ. അപ്പൊ എന്നെ കൊണ്ടുവന്ന ബ്രോക്കറും പറഞ്ഞു, ഇതെങ്ങനെ സംഭവിച്ചു? ഈ കഴിഞ്ഞ ആഴ്ച 12,000 വെക്കേറ്റ് ആയ വീട് കൂടുകയല്ലാതെ ഇപ്പൊ 8,000 എങ്ങനെ ആയി? സ്വോത്രം. അതെല്ലാം മാർവലസ് ആയിട്ട് അവിടെ ദൈവത്തിന്റെ കാര്യങ്ങൾ നടന്നു. ഞങ്ങൾ അവിടെ നിന്ന് പുറത്ത് വന്നു. ഇവൻ പറഞ്ഞു, സാറേ, 8,000 രൂപ അഡ്വാൻസ്, 8,000 രൂപ ഡിപ്പോസിറ്റ്. ആമേ, സ്വോത്രം. 1,000 രൂപ പോലീസിൽ 17,000 രൂപ ഞങ്ങൾക്ക് ഇപ്പൊ വേണം. ആമേ, സ്വോത്രം. ഞാൻ പറഞ്ഞു, ദൈവം, എൻ്റെ പൊന്നുമാനെ, എൻ്റെ കയ്യിൽ 1 രൂപ കാശില്ല. ഞാൻ വീണ്ടും ഫോൺ ചെയ്തു. ഞാൻ അവരോട് പറഞ്ഞു, ആമൻ, എൻ്റെ കയ്യിൽ ഡിപ്പോസിറ്റ് ഇല്ല, എൻ്റെ കയ്യിൽ അഡ്വാൻസ് ഇല്ല, ആമൻ, എൻ്റെ കയ്യിൽ ഇത് കാര്യമില്ല. നിങ്ങൾക്ക് ടൈം ടു ടൈം ഞാൻ വാടക തരും. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ എന്നെ വീട് ഏൽപ്പിക്കാം. ഇത് പറഞ്ഞു കഴിഞ്ഞ താമസം അവർ പറഞ്ഞു, ഓക്കെ, ഡൺ. ഇതൊന്നും സംഭവിക്കത്തില്ല ഈ രാജസ്ഥാനിൽ, പ്രത്യേകിച്ച് ക്യാപിറ്റൽ ജയ്പൂരിൽ ഇതൊന്നും സംഭവിക്കത്തില്ല. പക്ഷേ ഇതെല്ലാം യഹോവയാൽ സംഭവിച്ചു. അങ്ങനെ അവിടെ പാർത്തുകൊണ്ട് 2020 ജനുവരി മാസം ഞങ്ങൾ ജയ്പൂരിൽ ഷിഫ്റ്റായി. കഷ്ടകാലം എന്ന് പറയട്ടെ. 2020 കോവിഡ് നമ്മുടെ ദേശത്തെങ്ങും വ്യാപരിച്ചു. പരസ്പരം ആരെയും കാണുവാനോ പരസ്പരം മിണ്ടുവാനോ സംസാരിക്കാനോ ഒന്നും കഴിയാത്തൊരവസ്ഥ. ദൈവത്തിന്റെ വാഗ്ദത്തം 2020 നീ സ്വന്തം ഭവനത്തിൽ കയറും. ഹല്ലേലൂയ, സ്തോത്രം. ഞാനിങ്ങനെ ആലോചിച്ച, ദൈവമേ, എന്ത് ചെയ്യും? ആ സമയത്ത് എൻ്റെ ഒരു തുണ്ട് ഭൂമി നാട്ടിലുണ്ട്. ആമേ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു അല്പം ബാക്ക് വരികയായിരുന്നു. ആമേ, സ്തോത്രം, ഹല്ലേലൂയ. അത് ആദ്യം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ഒരു കൂട്ടുകാരനോട് ചോദിച്ചാടാ, നീ എനിക്ക് തന്നേക്കാം, ഞാൻ നിനക്ക് 3 ലക്ഷം രൂപ തന്നേക്കാം. ഞാൻ അന്ന് സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു, 3 ലക്ഷമല്ല, എനിക്ക് 5 ലക്ഷം രൂപ തന്നാൽ ഞാൻ തന്നേക്കാം. അന്നൊന്ന് പറഞ്ഞതാ. സ്തോത്രം. അവൻ പറഞ്ഞില്ല, അത്രയ്ക്കുള്ള സാധനം ഇല്ല. ഞാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ അവിടെ കടന്നോട്ട വസ്തുവല്ലേ. അപ്പൊ അങ്ങനെ ഈ കോവിഡ് സമയത്ത്, സ്തോത്രം, ഹല്ലേലൂയ, വേറൊരു വ്യക്തി എനിക്ക് പെട്ടെന്നൊരു ഫോൺ കോൾ, സാബു, നിന്റെ ആ വസ്തു കൊടുക്കുന്നു. ഞാൻ പറഞ്ഞ കൊടുക്കാൻ തന്നെയാ. എന്തുവാ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു, 6 ലക്ഷം രൂപ തന്നേക്കാം. 6 സെന്റ് വസ്തു കൊണ്ട് 6 ലക്ഷം രൂപ തന്നേക്കാം. അത്ര അതിനൊന്നും ഇല്ല, ഞാനൊന്നും ഇല്ല സാബു. ഞാൻ പറഞ്ഞു, ശരി, ആയിക്കോട്ടെ, അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. ആമേ, സ്തോത്രം. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് നിശ്ചയമായി നടന്നിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഒരു 2 ദിവസം കഴിഞ്ഞു കാണും, അദ്ദേഹത്തിന്റെ ഫോൺ വീണ്ടും വന്നു.
അപ്പൊ നീ 6-ൽ കുറയുന്നില്ല. ഞാൻ പറഞ്ഞില്ല 6 ഓക്കെ ഞാൻ വരാം. ഇദ്ദേഹം പറഞ്ഞു ഓക്കെ എന്നാൽ ഡൺ. 6 ഡണ്ണായി. ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെ വിശ്വസിക്കും? നിങ്ങളൊരു കാര്യം ചെയ്യും, എനിക്ക് ഇച്ചിരി പൈസ അഡ്വാൻസ് അയക്കും. 10 മിനിറ്റ് സമയം പിടിച്ചു കാണത്തില്ല. കർത്താവിന്റെ മക്കളെ, ദൈവമക്കളെ, സ്വോത്രം ഹല്ലേലൂയ. അദ്ദേഹം 50,000 രൂപ എന്റെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, എന്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തു. ഹല്ലേലൂയ, സ്വോത്രം. അത് വാങ്ങി പെട്ടെന്ന് ഞാൻ ഫ്ലൈറ്റിൽ, എൻ്റെ മോൻ ഫ്ലൈറ്റ് ആ സമയത്ത് ഇവിടെ ജോലി ചെയ്യുന്നു, അവൻ ട്രെയിനിങ് കഴിഞ്ഞ് വന്നു, ഇവിടെ ജോലി ചെയ്യുന്നു. ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു, ഞാൻ നാട്ടിൽ ചെന്നു. അടുത്ത ദിവസം എല്ലാം എഴുതി റേഷൻ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്ത് ഒപ്പിട്ട് കൊടുത്തു. ബാക്കി 5 ലക്ഷം രൂപ വാങ്ങിച്ചു, ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അടുത്ത ദിവസം ഞാൻ തിരിച്ച് ഇവിടെ വന്നു. ഈ ഭവനത്തിന് വേണ്ടി ഞാൻ പോയി അഡ്വാൻസ് കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. 2020 ഒക്ടോബർ മാസം 9-ാം തീയതി ഞാൻ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് സ്വന്തം ഭവനത്തിൽ താമസം തുടങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഹല്ലേലൂയ എങ്ങനെ സംഭവിക്കുക എന്നൊക്കെ ഞാൻ ചിന്തിച്ചെങ്കിലും ആമേൻ, പൗലോസ് പറയുന്നത് ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ അദൃശ്യകരം. ആമേൻ, സ്തോത്രം. ആ ദൈവം ആമേൻ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ആമേൻ, സ്തോത്രം. എൻ്റെ മകൻ, എൻ്റെ 2ാമത്തെ മകൻ അതിനുവേണ്ടി EMI കൊടുക്കുവാൻ തയ്യാറായി. അങ്ങനെ ഞങ്ങൾ സ്വന്തം ഭവനത്തിലേക്ക് താമസം മാറി. അന്നു മുതൽ ഇന്ന് വരെയും കർത്താവിന് വേണ്ടി ജയ്പൂരിന്റെ പ്രദേശത്ത് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. ആമേ, സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേ, സ്തോത്രം. ഒന്നുമില്ലായ്മയിൽ കിടന്ന് എന്നെ ഇത്രത്തോളം ദൈവം കൊണ്ടുവരാൻ ശക്തനാണെങ്കിൽ അന്ന് എന്നെ മാനിക്കാതിരുന്നവരെ, അന്ന് എന്നെ ആമേൻ നോക്കാൻ പോലും ഇഷ്ടപ്പെടാതിരുന്നവരെ മുൻപിൽ ദൈവം എന്നെ മാനിച്ചു നിർത്തി. ആമേൻ, സ്തോത്രം. ഇന്ന് ഞാൻ അവിടെ കടന്നു എന്നാൽ അവർക്ക് എന്നെ ബഹുമാനമാ, എന്നെ കാണുമ്പോൾ കൈതൊഴും. അതിൻ്റെ ഒന്നും കാര്യം എന്താ ഞാൻ പറയാൻ താല്പര്യം അറിയാമോ? ഇതെല്ലാം അവസരമുണ്ടാക്കിയത് എൻ്റെ ദൈവമാ. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നല്ലോ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ആമേൻ, സ്തോത്രം. ആരൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായി, എനിക്കൊരു 4-വീലർ വണ്ടി തരുമെന്നുള്ള ദൈവം എന്നോട് പറഞ്ഞു. ആമേൻ, സ്തോത്രം. കർത്താവിന്റെ ദാസനെ, ദൈവം നിങ്ങൾക്ക് 4-വീലർ തരാൻ പോവുക. ആമേൻ, സ്തോത്രം. അന്ന് വരെ ബൈക്കിൽ സഞ്ചരിച്ച ഞാൻ, ആമേൻ, 4-വീലർ ഡ്രൈവിംഗ് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഒരു ദിവസം ഉച്ചയ്ക്ക് സൺഡേയിൽ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങുമ്പോൾ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, എന്നോട് എനിക്കറിയത്തില്ല ആരോ വന്ന് എന്നെ തട്ടി ഉണർത്തി എന്നോട് ചോദിച്ചു, നീ വണ്ടിക്ക് വേണ്ടി നടക്കുകയാണോ? ഞാൻ പറഞ്ഞു അതെ. ആമേൻ, നീ വണ്ടി മേടിച്ചാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് ഞാനൊന്ന് അവിടെ, ശരിയാണല്ലോ, ഞാൻ വണ്ടി മേടിച്ച് ഞാൻ എന്ത് ചെയ്യും? നിനക്ക് ഡ്രൈവിംഗ് അറിയാമോ? എനിക്കറിയത്തില്ല. നീ ആദ്യം ഡ്രൈവിംഗ് പഠിക്കാൻ പറഞ്ഞു. ആരോ വന്ന് എന്നെ തട്ടി എന്നോട് പറയുന്നത് എനിക്ക് തോന്നുക. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു, ശരിയാണല്ലോ, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. വണ്ടി ഓടിക്കാൻ അറിയാൻ മേലത്തെ ഞാൻ വണ്ടിക്ക് വേണ്ടി കിടന്ന് പ്രയാസപ്പെടുക. സ്വോത്രം. കർത്താവ് പറഞ്ഞ് തരുമെന്ന്. പക്ഷെ ഞാൻ അതിന് യോഗ്യനാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ എനിക്ക് എങ്ങനെ കിട്ടും? ഞാൻ അടുത്ത ദിവസം, ആമേ, സ്തോത്രം, എൻ്റെ ഒരു വിശ്വാസി, ഒരു ശർമ്മയാണ്, അദ്ദേഹം ഇന്ന് ഈ ഭൂമിയിലില്ല, മരണപ്പെട്ടു പോയി. ആമേ, സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് ഒരു കടയുണ്ട്, ടൂൾസിന്റെ കട. ഞാൻ അദ്ദേഹത്തിന്റെ കടയിൽ കടന്ന് ഞാൻ പറഞ്ഞ അറിയാലെങ്കിൽ എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം. അപ്പൊ അദ്ദേഹം എന്ന് പറഞ്ഞാൽ, പാസ്റ്റർ തക്ക സമയത്താണല്ലോ വന്നത്. ഞാൻ പറയാ, എനിക്കും ഡ്രൈവിംഗ് പഠിക്കണം, നമുക്ക് രണ്ടുപേരും കൂടെ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്നു. അപ്പൊ ആ സമയത്ത് ഒരാഴ്ചത്തെ ക്ലാസ് 1,500 രൂപ. ഒരാഴ്ചത്തെ ക്ലാസ് 1,500 രൂപ. അപ്പം എൻ്റെ 1,500 രൂപയും അദ്ദേഹത്തിന്റെ 1,500 രൂപയും ഒന്നിച്ച് അദ്ദേഹം ജമ ചെയ്തു. ഞങ്ങൾ ഒരാഴ്ച ഡ്രൈവിംഗ് പഠിച്ചു. ആമേൻ, സ്തോത്രം. ഒരാഴ്ച ഡ്രൈവിംഗ് പഠിച്ചു, പുറത്തിറങ്ങി കർത്താവിന്റെ കൃപയിൽ അല്പസ്വല്പം വണ്ടി ഓടിക്കാനൊക്കെ തുടങ്ങി. അടുത്ത ആഴ്ച ഞാൻ വേറൊരു ഫയൽ നിറച്ചു. ആ ഫയൽ സാങ്ഷനായി. ആമേൻ, സ്തോത്രം. രാജസ്ഥാൻ അരാവലി ബാങ്കിൽ നിന്ന് എനിക്ക് വണ്ടിക്ക് വേണ്ടി അവർ പൈസ തന്നു ലോണായിട്ട്. ഞാൻ അത് അവിടെ മാരുതി വണ്ടി ഓഫീസിൽ അവിടെ ജമ ചെയ്തു. വൈകിട്ട് എൻ്റെ കയ്യിൽ ഒരു 4-വീലർ വണ്ടി എത്തി. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ അതിനൊന്നും അർഹനല്ല. കാരണം എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ വീട്ടിലോ ആരുടെയും കയ്യിൽ 4-വീലർ ഇല്ലാത്ത സമയത്ത്, സ്തോത്രം, എൻ്റെ കയ്യിൽ ദൈവം 4-വീലർ തന്നു. അങ്ങനെ വരെ ഈ ലോകത്ത് മാനിച്ച് ദൈവം നിർത്തി. രാജസ്ഥാന്റെ മണ്ണിൽ ജയ്പൂരിൽ നീ കടന്നു പോകുന്നു പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ചോദ്യമുണ്ട് ദൈവത്തോട്, ദൈവമേ, അനേക പ്രഗത്ഭന്മാരായ ദേവദാസന്മാർ ആ ദേശത്ത് പാർക്കുന്നുണ്ട്, ഞാൻ എങ്ങനെ അവിടെ കടന്നു പോകും? ആമേൻ, സ്തോത്രം. എന്നോട് പറഞ്ഞു, അവരുടെ മുൻപിൽ ഞാൻ നിന്നെ മാനിക്കും. സ്തോത്രം. ഞാനിവിടെ കടന്നു വന്നു. ഇന്ന് ഒരു പാസ്റ്റേഴ്സ് ഗ്രൂപ്പിന്റെ കൺവീനറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു, കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച്. ആമേൻ, സ്തോത്രം. അത്രത്തോളം എന്നെ കൊണ്ടുവന്നെങ്കിൽ, ഇത്രത്തോളം എന്നെ ദൈവം നിർത്തിയെങ്കിൽ അത് ദൈവത്തിന്റെ പദ്ധതി തന്നെ. ദൈവമക്കളെ, സ്തോത്രം. ഇന്നും അനേകർക്ക് വേണ്ടി പ്രയോജനപ്പെടുന്നു. ആമേൻ, സ്തോത്രം. എൻ്റെ മൂത്ത മകൻ കർത്താവിന്റെ ദാസനായി ഏജിയോടുള്ള ബന്ധത്തിൽ ലക്കനോടായിരിക്കുന്നു. അവന് 3 കുഞ്ഞുങ്ങളുണ്ട്. 2ാമത്തെ മകൻ ഗിദെയോൺസിന്റെ ആമേൻ ഫീൽഡ് ഓഫീസറായി
അവൻ വർക്ക് ചെയ്യുന്നു. അവനൊരു കുഞ്ഞുണ്ട്. എൻ്റെ മൂന്നാമത്തെ മകൻ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ഞാൻ ആഗ്രഹിച്ചാലും ചില ഉപരിയായി അവൻ്റെ മനസ്സിൽ ആഗ്രഹമായിരുന്നു ഒന്നെങ്കിൽ നേവിയിൽ അല്ലെങ്കിൽ ആർമിയിൽ അവൻ ഓഫീസറായി റെങ്കിൽ, ആമേൻ, അവന് സെലക്ഷൻ ആവണമെന്ന് അവൻ പ്രയത്നിച്ചു. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഈ കഴിഞ്ഞ മാർച്ച് മാസം അവൻ ആർമിയിൽ തന്നെ ഓഫീസറായി സെലക്ഷനായി അവൻ ഇന്ന് ട്രെയിനിങ്ങിലായിരിക്കുന്നു. ആമേൻ സ്തോത്രം. എന്നെ ലജ്ജിപ്പിച്ചവരുടെ മുൻപിൽ, എന്നെ എൻ്റെ കുടുംബത്തെ നിന്ദിച്ചവരുടെ മുൻപിൽ ഇന്ന് കർത്താവ് ഞങ്ങളെ മാനിച്ച് നിർത്തിയിരിക്കുക. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കിയാണ് തിരിച്ചെങ്കിൽ, ആമേൻ, ഒരിക്കലും നിങ്ങൾ ലജ്ജിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഞാൻ. എന്നെ ലജ്ജിപ്പിക്കുവാൻ എൻ്റെ സഹോദരങ്ങൾ പോലും എനിക്ക് വിരുദ്ധമായി നിന്നപ്പോൾ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ദൈവം കൂടെ ഇരുന്ന് അന്നും ഇന്നും ഏലിയാവിനെ പോലെ ഞങ്ങളെ പോറ്റിക്കൊണ്ട് വരിക. ആമേൻ സ്തോത്രം. ധനവും സമ്പത്തും ഒന്നും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ 10 ആത്മാക്കളെ നേടണം എന്നൊരാഗ്രഹത്തോടു കൂടി ഇന്നും ദൈവത്തിന് വേണ്ടി പ്രയത്നപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഈ അരോമ ടിവിയിൽ കടന്നു വരുവാൻ ദൈവം എനിക്ക് സൗഭാഗ്യം തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ സാക്ഷ്യമെങ്കിലും അനേകർ കേൾക്കുമല്ലോ. ആമേൻ സ്തോത്രം. ആർക്കും വേണ്ടാതെ കിടന്ന് എന്നെ മദ്യപാനി എന്ന് മുദ്രകുത്തിയ എന്നെ, ആമേൻ സ്തോത്രം, ആ ഇടത്തിൽ നിന്ന് വിളിച്ച് ദൈവം തൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നെങ്കിൽ, ആമേൻ സ്തോത്രം, അവന് വേണ്ടി പ്രയോജനപ്പെടുന്നെങ്കിൽ, ആമേൻ, എന്നെപ്പോലുള്ള നിങ്ങൾ ഓരോരുത്തരെയും ദൈവം പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. നിങ്ങളെല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. രാജസ്ഥാന്റെ മണ്ണിൽ ജയപ്പൂരിൽ ഞങ്ങളായിരിക്കുന്നു. ആമേൻ സ്തോത്രം. പഴയതുപോലെ തുറന്ന് സുശേഷ വിലയ്ക്കുള്ള അവസരങ്ങൾ ഇപ്പോൾ ഇല്ല. ഒരുപാട് തടസ്സങ്ങളുണ്ട്. ആമേൻ, ഞങ്ങൾക്ക് ഒരു ചർച്ച് ഹോളില്ല. ഞാനിപ്പോൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. എന്നാൽ ഇവിടെ പ്രാർത്ഥന നടക്കുന്ന ചില അസൗകര്യങ്ങളുണ്ട്. എന്നാലും കർത്താവിന്റെ കൃപയിൽ ഞങ്ങൾ മുൻപോട്ട് നീങ്ങുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. വിശേഷാൽ കർത്താവിന്റെ ദാസൻ പക്ഷേ ഡാനിയൽ ജോർജിനോടുള്ള നന്ദി അറിയിക്കുന്നു. കാരണം ഞങ്ങളുടെ ബന്ധപ്പെട്ട അന്ന് മുതൽ ഇന്ന് വരെയും ആ ബന്ധം കാത്തു സൂക്ഷിക്കുവാൻ ദൈവം കൃപ ചെയ്തു. ആമേൻ സ്തോത്രം. തന്നെ തന്റെ കുടുംബത്തെ ഓർക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓർക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് സമയം തന്ന കർത്താവിന്റെ ദാസനോട് നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിന് വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയ കർത്താവിൻ്റെ ദാസൻ സാബുരാജ് അവറുകൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ഒരു യാക്കോബായ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട 6 മക്കളിൽ 5-മനായിട്ടാണ് കർത്താവിൻ്റെ ദാസൻ ഈ ലോകത്ത് ജീവിതം ആരംഭിച്ചത്. 6 പേരുടെ ചരിത്രം ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ്സിൽ തോറ്റവരുടെ കൂട്ടത്തിലും 6 പേര് എന്ന് ഓർപ്പിക്കുകയുണ്ടായി. അതിൽ ഒരാൾ മാത്രമേ ജയിച്ചുള്ളൂ. 6 സഹോദരങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ പുറത്തു വന്നു. ജയിച്ചവരുടെ മുൻനിരയിൽ ലീഡറായിട്ട് ഒരവസരത്തിൽ ദൈവം നിയോഗിച്ചു. അങ്ങനെ മുൻനിരകളിൽ ദൈവം നിർത്തി എല്ലാ മേഖലകളിലും ദൈവം കൂടെയിരുന്ന് ദൈവത്തിനു വേണ്ടി പ്രയോജനമുള്ള ഒരു വ്യക്തിയായിട്ട് കർത്താവ് രൂപപ്പെടുത്തിയതായ അത്ഭുത സാക്ഷ്യം കേൾക്കുവാൻ കഴിഞ്ഞത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജോലിയിൽ പ്രവേശിച്ചു എങ്കിലും അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ള പല അനുഭവങ്ങൾ, അതായത് മദ്യപാനവും മറ്റ് പല ലഹരിക്കും ഒക്കെ അടിമയായിട്ട് അറിഞ്ഞ സത്യത്തിൽ നിന്ന് പിന്മാറി ലോകത്തിൻ്റെ വഴിയിലേക്ക്, പാപത്തിൻ്റെ ജീവിതത്തിലേക്ക് പോയതിൻ്റെ പരിണിതഫലമായിട്ട് ജീവിതത്തിൽ പല വൈഷമ്യങ്ങളും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. ക്രിസ്ത്യാനിയായിട്ട് ജനിച്ചുവെങ്കിലും വിവാഹത്തോടുള്ള ബന്ധത്തിൽ പിന്നീട് ഒരു മറ്റുതരം മതവിഭാഗത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. എന്നാൽ തക്ക സമയമായപ്പോൾ അതിൽ നിന്നൊക്കെ കഴുകി കുടഞ്ഞ് വേർതിരിച്ച് ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ള ഒരു ദൈവപുരുഷനായിട്ട് ദൈവം ഒരുക്കിയെടുത്തു. കടന്നുപോയ ഒത്തിരി നല്ല അനുഭവങ്ങൾ, നല്ല ഓർമ്മകളായി ഇന്നും കാത്തു സൂക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുത പദ്ധതികളിൽ പങ്കാളിയായി തീർന്ന ദൈവദാസൻ്റെ ജീവിതാനുഭവങ്ങൾ അനേക പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായി തീരുമെന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. പ്രിയ സാബു പാസ്റ്ററെയും കുടുംബത്തെയും ദൈവം ഇനിയും ആദരിക്കട്ടെ. ഒരു ഘട്ടത്തിൽ രാജസ്ഥാനിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ പോയി എന്നുള്ള ചരിത്രം പറയുകയുണ്ടായി. എന്നാൽ
രായ്ക്ക് രാമാൻ അവിടെ നിന്ന് ഒളിച്ചോടിയെങ്കിലും അവിടേക്ക് തന്നെ ദൈവം മടക്കി വരുത്തി ആ ദേശത്ത് ഇന്ന് കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിക്കുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പല പ്രതിസന്ധികളുടെ നടുവിലും അതിനെ അതിജീവിച്ച് അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷകൾക്ക് കുടുംബമായി കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങളെ കേൾക്കുന്ന അരോമ ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് പ്രിയ ദേവദാസൻ്റെ ജീവിതാനുഭവം ഒരു പ്രചോദനമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവത്തിൻ്റെ ചില പദ്ധതികൾക്ക് വേണ്ടിയിട്ട് നാം വഴിതിരിച്ചു വിടുവാൻ തയ്യാറാകുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിൽ ഫലം പുറപ്പെടുവിക്കുവാൻ, ഫലവത്തായിത്തീരുവാൻ തക്കവണ്ണം സഹായിക്കും. പാപവഴികളിലാണ് നമ്മൾ ആസ്വദിച്ച് അതിലൂടെ യാത്ര ചെയ്യുവാൻ തീരുമാനിച്ചുവെങ്കിൽ നാം നാശത്തിൻ്റെ പാതയിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത് നാം നിത്യതയ്ക്കായി, നിത്യജീവനായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ആ നാശത്തിൻ്റെ പാതയിൽ നിന്ന് നിത്യതയുടെ പാതയിലേക്ക് തിരിഞ്ഞ് യാത്ര ചെയ്യുവാൻ ഒരുപക്ഷെങ്കിൽ ചില പ്രിയപ്പെട്ടവർക്കെങ്കിലും ഈ സാക്ഷ്യം പ്രേരകമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന ഇടത്ത് ഏത് മേഖലയിലായിരുന്നാലും ദൈവത്തിന് പ്രയോജനപ്പെടുത്തുവാൻ കഴിയും എന്ന് ഉള്ള വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ട് കണ്ണുകളെ അടയ്ക്കാം. ഞാനിതാ കർത്താവെ എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പക്ഷെങ്കിൽ മദ്യപാനികളായ സഹോദരങ്ങൾ ഞങ്ങളെ കേൾക്കുന്നുണ്ടാവാം. വിവിധ ലഹരി വസ്തുക്കൾക്ക് അടിമയായ പ്രിയപ്പെട്ടവരെ ഒരു പക്ഷെങ്കിൽ ഞങ്ങളെ കേൾക്കുന്നുണ്ടാവാം. ജീവിതത്തിൽ സമാധാനവും സന്തോഷവുമില്ലാതെ ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു പക്ഷെങ്കിൽ ഞങ്ങളെ കേൾക്കുന്നുണ്ടാവാം. ജീവിതത്തിൽ സാമ്പത്തികമായി തകർച്ചയുടെ മധ്യത്തിൽ ആയിരിക്കുന്ന, ജപ്തി നടപടികളുടെ നടുവിലൂടെ കടന്നു പോകുന്ന, എല്ലാ വിഷയങ്ങളാലും ഭാരപ്പെട്ട് ഭാര്യ, ഭർത്താക്കന്മാർ, മക്കൾ, കുടുംബ ബന്ധങ്ങൾ എല്ലാം തകർന്നടിഞ്ഞ് ജീവിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടാവാം. നിങ്ങളെ പണിയുവാൻ, നമ്മെ രൂപപ്പെടുത്തുവാൻ, നമ്മെ മടക്കി വരുത്തുവാൻ സ്നേഹിക്കുന്ന സ്നേഹനിധിയായ സർവകൃപാലുവായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ സ്നേഹം, വാത്സല്യ സുഹൃത്തെ, നിങ്ങളെയും ആഹ്വാനം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കൂ. ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഈ സമയം പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ ആര് സമർപ്പിക്കുമോ അവർക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീരട്ടെ. നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചുരുക്കം വാചകങ്ങൾ ഈ സമയം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തു യേശുവിൽ കൂടി ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുകയും ഞങ്ങളെ നാളോറും സൂക്ഷിക്കുകയും ചെയ്യുന്നവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഈ അരോമ ടിവിയുടെ പശ്ചാത്തലത്തിൽ ദേശത്തിൻ്റെ വിദേശത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഇന്നു പകൽ ഞങ്ങളെ ശ്രവിച്ചതായ എല്ലാ ദൈവമക്കളെയും തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുമെന്നാണ് ഞങ്ങളുടെ വചനമെങ്കിൽ കർത്താവെ, ഇന്ന് അടിയനിൽ കൊണ്ട് കേട്ടതായ സാക്ഷ്യങ്ങൾ മറ്റുള്ളവർക്ക് ഒരു പ്രയോജനമായി തീരുവാൻ, അതിൽ കൂടി കർത്താവെ അനേകർ തൻ്റെ ആ സ്വഭാവത്തിൽ നിന്ന് പിന്മാറി ദൈവത്തെങ്കിലേക്ക് അടുക്കുവാൻ സ്വർഗം സഹായിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ അങ്ങയുടെ കർത്തൃപ്രത്യൻ പാസ്റ്റർ ഡാനിയൽ ജോണിനായി സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ഉത്തരവാദിത്തം നടക്കുന്ന ഈ TV ചാനൽ ഒരു അനുഗ്രഹത്തിന് കാരണമാക്കി തീരുവാൻ സ്വർഗം സഹായിക്കണം. ഇനിയും അനേകർ കടന്നു വന്ന് ജീവിക്കുന്ന സാക്ഷികളായി നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രിയപ്പെട്ടവരെയും പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദി. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ ചോദിക്കുന്നു, ദയമൂലം കേൾക്കണം നല്ല പിതാവേ. ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാബുരാജ് അവർ എത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനോട് കുടുംബാംഗങ്ങളായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരുള്ളതായ നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട അതിലൂടെ ദൈവനാമമായി കൂടെ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം.
എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും അതിൽ പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട വചനചിന്തയും സാക്ഷ്യവുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com